ഗുഡ് ഈവനിങ്. എന്ത് പറ്റി? കുറച്ചു പേരുള്ളൂല്ലോ. ഗുഡ് ഈവനിങ് മാം. എവിടെ പോയി? ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ്. ഞാൻ വിചാരിച്ചു പ്രാക്ടിക്കൽ സെഷൻ ആവുമ്പോ എല്ലാം കുറെ പേരുണ്ടാവും. Good evening, ma'am. ഗുഡ് ഈവനിങ്. Good evening, ma'am. ഗുഡ് ഈവനിങ്. Good ഈവനിങ്. We can start. Who is going to do prayer? ആരെങ്കിലും ഗുഡ് ഈവനിങ് പറയാനായിട്ട് ഓടി വന്നിട്ടുണ്ടോ? കൊച്ചുറാണിയെ കാണുന്നില്ല. അഖില. Okay, fine. Anyone is ready to do prayer? Please. Yes, ma'am. Oh God, keep me happy today. Dear God, help me to do works. Dear God, bless me and my parents. Dear God, bless my teachers and friends. Dear God, give us our daily bread and forgive our sins. Oh God, and keep us all in happiness. Thank you, God, for everything. ഓക്കെ ഫൈൻ. സോ ഇന്നും നാളെയും ഞാൻ തന്നെയായിരിക്കും ക്ലാസ്. 7:30 to 8 നിങ്ങൾക്ക് ജോബ് സാറിന്റെ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? സോ ഐ തിങ്ക് നാളെയും കൊണ്ട് നമ്മൾക്ക് നമ്മളുടെ സെഷൻസ് വൈൻഡപ്പ് ചെയ്യാനായിട്ട് പറ്റും എന്നാണ്. കാരണം കൂടുതൽ നീട്ടുന്നില്ല പ്രാക്ടിക്കൽസ്. അതാണ്. പിന്നെ അശ്വിനി മിസ് കുറെ ആക്ടിവിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അത് നെക്സ്റ്റ് വീക്കിലേക്ക് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞതുകൊണ്ടാണ് മാം ഇന്ന് വരാതെ നെക്സ്റ്റ് ട്യൂസ്ഡേ മാം ക്ലാസ് എടുക്കും. പിന്നെ വേറെ മാമിന് ക്ലാസ് ഉണ്ടോ? വെനസ്ഡേ അവധിയല്ലേ? ഓക്കെ ഫൈൻ. ഓക്കെ, അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സോളിഡ്സ് ആയിരുന്നു കണ്ടത് അല്ലെ? 3 ഡയമെൻഷണൽ വ്യൂസ്. 2-3 മെറ്റീരിയൽസും കൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് എന്തായാലും പ്രാക്ടിക്കൽ സെഷൻ ഒന്നുകൂടെ വെക്കും. ഓൺലൈൻ ആയിട്ട് തന്നെ നിങ്ങളുടെ മോഡൽ എക്സാംസ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു റിവ്യൂ സെഷൻ തിയറിക്ക് വരും. ഒരു റിഫ്രഷിംഗ് പോലെ പ്രാക്ടിക്കലും വരും. ഓക്കെ, അപ്പൊ ഇപ്പൊ കണ്ടു കൺഫ്യൂഷനായി മനസ്സിലാവുന്നില്ല അങ്ങനെയൊന്നും ഓർത്ത് യാതൊരു ടെൻഷനും വേണ്ട. പിന്നെ ജസ്റ്റ് ഐ നീഡ് യുവർ കോപ്പറേഷൻ. കാരണം ഫസ്റ്റ് ബാച്ചിന് ചെയ്തപ്പോ എന്റെ മോൾ ഇവിടെ ഉണ്ടായിരുന്നു, വീഡിയോ ഒക്കെ പിടിച്ചു തന്നവളായിരുന്നു. ഇന്ന് ഞാൻ ഒറ്റയ്ക്ക. മോനുണ്ട്, പക്ഷെ ഒരു ഗസ്റ്റ് വന്നത് തന്നെ അവരുടെ കൂടെയാ. സോ നമുക്ക് സ്റ്റാർട്ട്. 1 സെക്കൻഡ് കേട്ടോ. ജസ്റ്റ് ഒന്ന് റെക്കോർഡ് ഷെയർ ചെയ്യാം, വേറെ ഒന്നുമല്ല. ചില മെറ്റീരിയൽസിന്റെ ഫോട്ടോ ഒന്ന് റെക്കോർഡിലും കാണിക്കാം, എന്റെ കയ്യിൽ അത് കാണിക്കാം. കുറച്ചുകൂടി ഒന്നൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഗിവ് മി സം മിനിറ്റ്സ്.
നമ്മുടെ ടാക്ടൈൽ സെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് മെൻ ബൈ ടാക്ടൈൽ സെൻസ്? നമ്മുടെ സെൻസിൽ ഒന്നാണ് അത്. എന്താ അത്? അതെന്താ നമ്മൾ അത് എന്താണ് സെൻസ് ചെയ്യുന്നത്? എത്ര സെൻസസ് ഉണ്ട്? 5. 5 സെൻസസ്. യെസ്. 5. ഏതൊക്കെയാണ് 5 സെൻസസ്? Eyes, nose, ears, tongue, skin. നമ്മൾ പറഞ്ഞത് സെൻസ് ഓർഗൻസ് ആണ് അല്ലെ? നമ്മുടെ സെൻസസ് എന്ന് പറഞ്ഞാൽ ഐ എന്ന് പറയുമ്പോൾ വിഷ്വൽ അല്ലെ, ഇയർ എന്ന് പറയുമ്പോൾ ഓഡിറ്ററി കേൾക്കുന്നത്, ഓക്കെ. നോസ് നമ്മൾ സ്മെല് ചെയ്യുന്നത്, ഓൾഫാക്ടറി. പിന്നെ ടങ് എന്ന് പറയുമ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്യുന്നത്, ഗസ്റ്റേറ്ററി സെൻസ്. ദെൻ ടച്ച് ചെയ്യുന്നത്, നമ്മുടെ സ്കിൻ നമ്മൾ ഫീൽ ചെയ്യുന്നത്, ദാറ്റ് ഈസ് ടാക്ടൈൽ സെൻസ്. നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഫീൽ ചെയ്യാൻ പറ്റും ടച്ച് ചെയ്യുമ്പോൾ? ഞാൻ സിയയുടെ കയ്യിൽ പിടിക്കുന്നു, ഐ എം ടച്ചിങ് സിയ. സിയയുടെ കയ്യിലാണ് ഞാൻ പിടിച്ചത്. അപ്പൊ സിയക്ക് എന്താ ഫീൽ ചെയ്യാം? വി ഓൾ ഹാവ് ബോഡി ടെമ്പറേച്ചർ. നമുക്ക് എല്ലാവർക്കും ബോഡിക്ക് ഒരു ടെമ്പറേച്ചർ ഉണ്ടല്ലേ? സിയക്ക് ഒരു ടെമ്പറേച്ചർ ഫീൽ ചെയ്യും. ഞാൻ അത് നല്ല പോലെ പ്രഷർ അപ്ലൈ ചെയ്യാം, മുറുക്കം പിടിക്കുന്നു. സോ സിയക്ക് ചിലപ്പോൾ ഡിസ്റ്റർബൻസ് ആവും, പെയിൻ വരും ആ ഒരു പ്രഷർ കാരണം. സോ പ്രഷർ ഫീൽ ചെയ്യും. അപ്പൊ നമുക്ക് ടെമ്പറേച്ചർ ഫീൽ ചെയ്യും, പ്രഷർ ഫീൽ ചെയ്യും. ഓക്കെ, നമ്മൾ എന്തെങ്കിലും ഒരു 5 kg ബാഗ് റൈസിന്റെ 5 kg എടുക്കുക, നമുക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? വാട്ട് വി വിൽ ഫീൽ? വെയിറ്റ് ഫീൽ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ടാക്ടൈൽ സെൻസ് കൊണ്ട് നമുക്ക് പല കാര്യങ്ങളാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ടെമ്പറേച്ചർ, പ്രഷർ. ടെമ്പറേച്ചർ തന്നെ പല പല ടെമ്പറേച്ചർ പറയാം നമുക്ക് അല്ലെ? വാം, ഹോട്ട്, പിന്നെ കോൾഡ് അല്ലെ, നോർമൽ, അങ്ങനെ പല രീതിയിൽ. ഇപ്പൊ ഒരു വാട്ടർ തന്നെ എടുക്കുവാണെങ്കിൽ തന്നെ പല തണുപ്പിച്ച വെള്ളം ഉണ്ടാവും, നോർമൽ ആയിട്ടുള്ള റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം ഉണ്ടായിരിക്കും, നമ്മൾ ലൂക്ക് വാം വാട്ടർ ഉണ്ട്, ബോയിൽ ചെയ്ത വാട്ടർ ഉണ്ട്. അങ്ങനെയുള്ള പല രീതിയിലും ടെമ്പറേച്ചർ വേരിയേഷൻസ് നമുക്ക് കിട്ടും. പ്രഷർ, വെയിറ്റ്. ഓക്കെ, അപ്പോ ഈ ഒരു ടാക്ടൈൽ സെൻസ് എന്ന് പറയുന്നതിനേക്കാളും കുറച്ചുകൂടെ അതിന് ഇതായിട്ട് പറയുകയാണെങ്കിൽ കിനസ്തെറ്റിക് സെൻസ് എന്ന് പറയും. അതിൽ ടച്ച് വരുന്നതാണ് ടാക്ടൈൽ സെൻസ്. ടച്ച് ചെയ്ത് നമുക്ക് ഫീൽ ചെയ്യുന്നത് ടാക്ടൈൽ സെൻസ്. ദെൻ ടെമ്പറേച്ചർ സെൻസ് ചെയ്യുന്നത് തെർമിക് സെൻസ്. വെയിറ്റ് സെൻസ് ചെയ്യുന്നത് ബാരിക് സെൻസ്. ഓക്കെ, ദെൻ സ്റ്റിരിയോഗ്നോസ്റ്റിക് സെൻസ് ഉണ്ട്. സ്റ്റിരിയോഗ്നോസ്റ്റിക് സെൻസ് എന്ന് പറഞ്ഞാൽ എന്താ, കേട്ടിട്ടുണ്ടോ? സ്റ്റിരിയോഗ്നോസ്റ്റിക് സെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടച്ച് ചെയ്ത ഫീൽ ചെയ്ത് അറിയാൻ പറ്റുന്നതുണ്ട് അല്ലെ? പിന്നെ കണ്ടുകൊണ്ട് ഫീൽ ചെയ്യാൻ പറ്റുന്നതുണ്ട്, കേട്ടുകൊണ്ട് നമുക്ക് മനസ്സിലാകും. ഓക്കെ, ഇത് സ്റ്റിരിയോഗ്നോസ്റ്റിക് സെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൈൻഡ് ഫോൾഡ് ചെയ്ത് നമ്മൾ കണ്ണടച്ചിട്ട് നമുക്കതിനെ സെൻസ് ചെയ്യാനായിട്ട് പറ്റും. അത് പ്രാക്ടീസ് ചെയ്യിക്കും. അപ്പോൾ ഇരുട്ടുള്ള ഒരു റൂമില് റൂമിലേക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാല് ടോർച്ചിന്റെ ഷേപ്പ് കുട്ടികളത് കയ്യിലെടുത്ത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാൻ നേരത്തെ നമുക്ക് ടോർച്ച് വേണം. അപ്പൊ റൂമില് ഇന്ന സ്ഥലത്ത് അവരുടെ സ്വന്തം വീടാണ്, അപ്പൊ റൂമിലെ ഓരോരോ ഫർണിച്ചറും എവിടെ ഇരിക്കണേന്നൊരു മെന്റൽ പിക്ചർ ഇവർക്കുണ്ട്. പക്ഷെ കറണ്ട് പോയി, രാത്രിയാണ്, കാണാൻ പറ്റുന്നില്ല ഒന്നും. പോയി ടോർച്ച് എടുക്കണം. റൂമിലെ കോർണറിൽ ടേബിളിന്റെ മുകളിൽ ടോർച്ച് ഉണ്ട്. അങ്ങനെ ആ ഒരു മെന്റൽ പിക്ചർ വെച്ച് ഇവര് തപ്പി പോയി ഓരോന്നും തൊട്ട് നോക്കുമ്പോ ഇന്ന സാധനം മനസ്സിലായി. സോ പോയിട്ട് ആ ടോർച്ച് എടുക്കും. സോ ദാറ്റ് ഇസ് സ്റ്റിരിയോഗ്നോസ്റ്റിക് സെൻസ്. നമുക്ക് ബ്ലൈൻഡ് ഫോൾഡ് ചെയ്ത് കുറെ സെൻസോറിയൽ ഏരിയയില് മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിനെ 5 ഏരിയ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ, നമ്മളുടെ വീട്ടിലുള്ള കിച്ചൺ തന്നെയാണ് മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിന്റെ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ. അവിടെ കുട്ടികൾ ജ്യൂസ് ഉണ്ടാക്കും, പാത്രം കഴുകും, പാത്രം തുടയ്ക്കും, മോപ്പ് ചെയ്യും, അങ്ങനെ കുക്കീസ് ഉണ്ടാക്കും, ഓവൻ ഉണ്ടാവും, കുക്കീസ് ഉണ്ടാക്കും, ജഗ്ഗില് വെള്ളം ഫില്ല് ചെയ്യും, പൾസസും സിറൈൽസ്, കടല, പയറ്, പരിപ്പുവർഗ്ഗങ്ങളൊക്കെ കണ്ടെയ്നറിലേക്ക് ഫില്ല് ചെയ്യും. അങ്ങനെ കുറെ ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യിക്കാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾക്കറിയാം കുട്ടി ജനിച്ചത് തുടങ്ങി 3 years വരെ നമ്മളുടെ വീട്ടിലാണ്. സോ പാരന്റ്സിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് അവിടെ എങ്ങനെ കുട്ടികളെ നോക്കണം എന്നുള്ളത്. ഓക്കെ,
സോ നമുക്കറിയാം കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കും കുട്ടിക്ക് അല്ലേ. സോ അതിന്റെ ശരീരത്തിന് ആരോഗ്യം വെക്കുന്നു. ബട്ട് നമ്മളൊക്കെ മറന്നു പോകുന്ന, എല്ലാരും അങ്ങനെ ആവണമെന്നില്ല, മറന്നു പോകുന്ന കാര്യമുണ്ട്. ശരീരത്തിന് മാത്രം ആരോഗ്യം പോരാ, പിന്നെന്താ വേണ്ടേ? മാനസിക ആരോഗ്യം വേണം, മെന്റൽ ഹെൽത്ത്. സോ മെന്റൽ ഹെൽത്തിലുള്ള ന്യൂട്രിയൻസ് എന്തൊക്കെയാണ്? കളിക്കുക, സന്തോഷം കണ്ടെത്തുക, ലെഷർ ടൈം മറ്റുള്ളവരുമായി സംസാരിക്കുക, പിന്നെ അങ്ങനത്തെ ആക്ടിവിറ്റീസ്. പോസിറ്റീവ് ഇമോഷൻസ്, പോസിറ്റീവ് ഫീലിങ്സ് വരുന്ന കാര്യങ്ങൾ ചെയ്യണം അല്ലെ. ഹാപ്പിനെസ്, ഹാർമണി, ലവ്, കെയർ, അഫെക്ഷൻ, ഇതെല്ലാം അതിൽ വരും. നെഗറ്റീവ് ഫീലിങ്സ്, നെഗറ്റീവ് ഇമോഷൻസ്, ആങ്കർ, ടെമ്പർ, ടാൻഡ്രംസ്, ഷൗട്ടിങ്, സ്കോൾഡിങ്, ബീറ്റിംഗ്, അതൊക്കെ നെഗറ്റീവ് ആണ്. സോ അത് കുട്ടിയുടെ വളർച്ചയെ താഴ്ത്തും, മാൽ ന്യൂട്രിയൻസ് ആണ്. സോ നല്ല ന്യൂട്രിയൻസ്, മെന്റൽ ഹെൽത്തിനുള്ള ന്യൂട്രിയൻസ് ഈ പോസിറ്റീവ് ഇമോഷൻസ്, ഫീലിങ്സ്, ഇതെല്ലാമാണ്. സോ നമ്മൾ അങ്ങനെ കുട്ടികളെ പരിപോഷിപ്പിച്ച് നമ്മൾ പോഷകങ്ങൾ കൊടുത്ത് അല്ലെ, ശരീരത്തിനും മനസ്സിനും വേണ്ടത് ന്യൂട്രിയൻസ് എല്ലാം പ്രൊവൈഡ് ചെയ്ത് അവരെ വളർത്തുന്നു. അവര് ജഗ്ഗിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളം തെറിച്ച് പുറത്തേക്ക് വീഴും. നീ എന്തായി കാണിച്ചത്, നിന്നെ എന്തിനു കൊള്ളാം എന്നുള്ള ഒരു ചോദ്യം മതിയോ, കുട്ടി ലൈഫ് ലോങ് ഇൻഫീരിയർ ആയി പോകും. ഭയങ്കര ഗിൽട്ടി ഫീലിംഗ് ആയിരിക്കും. ഐ എം ഗുഡ് ഫോർ നത്തിങ് എന്നുള്ളൊരു ഫീല് വരും. ഞാൻ എന്തിനാ ജീവിക്കണ്ടേ, ഞാൻ എന്ത് ചെയ്താലും തെറ്റിപ്പോകുന്നു. ചെറിയ പ്രായത്തിലെ തന്നെ അവനിൽ ഇംപ്രഷൻ ആയിട്ട് കിടക്കും. എല്ലാം അബ്സോർബ് ചെയ്യുന്ന മൈൻഡാണ്. ഈവൻ 3 years കഴിയുമ്പോൾ അബ്സോർബൻ മൈൻഡ് എന്നുള്ളത് മാറി സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് മാറുന്നു. ബട്ട് ഫങ്ഷൻ സെയിം തന്നെ, ഉള്ളിലേക്ക് എടുക്കാതെ ഇംപ്രഷൻ ആയിട്ട് കിടക്കും. അങ്ങനത്തെ ഒരു കേസ് വരും. സോ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പറഞ്ഞതൊന്നും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. സോ ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ ഒരു പ്രോബ്ലം വരും. ഓക്കെ, നമ്മുടെ കയ്യിൽ കുറച്ച് ടച്ച് ബോർഡ്സ് ഉണ്ട്. ഞാൻ അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാനിപ്പോ അവിടെ ഫോട്ടോ കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെ ടച്ച് ചെയ്ത് തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഇത് 10 ബോർഡ്സ് ഉണ്ട് കേട്ടോ. ഓരോന്നായിട്ട് നിങ്ങളെ കാണിക്കാം. ശരിക്കും മാറ്റ് ഒക്കെ വെക്കണം എന്നാണ്. എനിക്കിപ്പോ ഇങ്ങനെ ക്ലാസ്സിൽ, ഓൺലൈൻ ക്ലാസ്സിൽ എന്തെങ്കിലും ശബ്ദം കേൾക്കണ്ടോ? നമ്മുടെ സാൻഡ് പേപ്പർ ഇല്ലേ, സെയിം ആണ്. സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഞാൻ അതില് ഒന്ന് ഉരയ്ക്കുമ്പോഴേക്കും ഒരു റഫ്നെസ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? കണ്ടോ, അതിന്റെ ഒരു സർഫസ് ഇരിക്കുന്ന കണ്ടോ, ഇച്ചിരി ഒരു റഫ് ആയിട്ടല്ലേ? നേരത്തെ ഉള്ള ശബ്ദം തന്നെയാണോ ഇപ്പോഴും? ചെറിയൊരു വ്യത്യാസം ഉണ്ടോ? രണ്ടും തമ്മിൽ വ്യത്യാസം ഉണ്ടോ? സൗണ്ട് കുറവുണ്ട് രണ്ടാമത്തെ. കാണുമ്പോൾ ടെക്സ്ചറിൽ എന്തെങ്കിലും വ്യത്യാസം കാണുന്നുണ്ടോ? ഒന്നൊത്തിരി കട്ടി കൂടിയതാണ്, ഒന്നൊത്തിരി കട്ടി കുറഞ്ഞതായിട്ട് തോന്നുന്നുണ്ട്. ഇതിന് റഫ്നെസ് കൂടുതലാണ്. റഫ്നെസ് കൂടുതലാണ്. ഇത് കുറച്ച് റഫ്നെസ് ഉണ്ട്, ബട്ട് ആദ്യം കാണിച്ചതിനെ കമ്പയർ ചെയ്യുമ്പോഴേക്കും റഫ്നെസ് ഇത്തിരി കുറവാണ്. നമുക്കിങ്ങനെ ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്ന ഈ ബോർഡ്സ്, ഇത് 10 ഉണ്ട്. പക്ഷേ 5 പെയറാണ്. ഒരേപോലത്തെ ടെക്സ്ചർ ഉള്ള 2 ഉണ്ട്. ഇതിൽ ചെയ്യുന്ന ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഇത് മിക്സ്ഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ ബോർഡ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും. ടച്ച് ചെയ്യുന്നതിന് മുമ്പ് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഇത് മനസ്സിലാക്കാൻ ബ്ലൈൻഡ് ഫോൾഡ് ചെയ്ത് തന്നെ കൊടുക്കണം. ആദ്യം ഇത് മിക്സ് ചെയ്ത് 10 കൊടുക്കുന്നു. ബ്ലൈൻഡ് ഫോൾഡ് ചെയ്ത് കണ്ണടച്ചിട്ട് ആദ്യം ഒരു ബോർഡ് എടുക്കും. ഒരു ബോർഡ് എടുത്ത് ടച്ച് ചെയ്ത് നോക്കും അതിന്റെ റഫ്നെസ്. അത് നമ്മളുടെ റൈറ്റ് സൈഡിൽ വെക്കും. ഇപ്പൊ ഇത് മുഴുവനും ലെഫ്റ്റ് സൈഡിൽ വെച്ചിട്ട് റൈറ്റ് സൈഡിൽ, ഇത് നമ്മളുടെ റൈറ്റ് സൈഡിൽ നമ്മൾ ആദ്യം ടച്ച് ചെയ്ത് നമ്മൾ ഫീല് മനസ്സിലാക്കി ചെയ്ത് വെക്കും. നെക്സ്റ്റ് അടുത്ത ബോർഡ് എടുത്ത് ടച്ച് ചെയ്ത് നോക്കും. അപ്പൊ നമുക്ക് ഫസ്റ്റ് വൺ ടച്ച് ചെയ്തത് പോലെയാണോ എന്നൊരു സംശയം തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതും ആദ്യം മാറ്റി വെച്ചതും കൂടെ 2 കൈ കൊണ്ടൊന്ന് ടച്ച് ചെയ്ത് നോക്കും.
അപ്പൊ ഒരേപോലെ ആണെങ്കിൽ പെയർ ചെയ്യുക, ഒരേപോലെ അല്ലെങ്കിൽ അതിന്റെ താഴെ ഇത് വെക്കുക. അങ്ങനെ 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 5 പീസസും നമ്മൾ പെയർ ചെയ്യുക എന്നുള്ളതാണ് ഈ ടച്ച് ബോർഡ്സ് വെച്ചിട്ടുള്ള ആക്ടിവിറ്റി. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ടച്ച് ചെയ്യേണ്ടത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. ഓക്കെ, അപ്പോ 10 ബോർഡ്സ് ആണ്, 5 5, അതായത് സെറ്റ് ആണ്, ഒരേപോലുള്ള 2 ഉണ്ട്. 5 ടെക്സ്റ്റേഴ്സ് ആണ്, ഒരേപോലുള്ളത് 2 ഉണ്ട്. ആ ഒരേപോലുള്ളതിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആക്ടിവിറ്റി. ടച്ച് ചെയ്ത് ബ്ലൈൻഡ് ഫോൾഡ് ചെയ്ത് ടച്ച് ചെയ്ത് തന്നെ നമ്മൾ കണ്ടുപിടിക്കണം ഈ ബോർഡ്സ്. ഇതിപ്പോ കാഴ്ചയ്ക്ക് ഇതിപ്പോ കാണുമ്പോൾ നമുക്ക് ഒരേപോലെ തോന്നുന്നുണ്ട്. അപ്പൊ അങ്ങനെയാകുമ്പോ പെട്ടെന്ന് അത് ഐഡന്റിഫൈ ചെയ്യും കുട്ടികളെ. ഇതിപ്പോ രണ്ടും ഒരേ ടെക്സ്ചറിലുള്ളത് തന്നെയാണ്, ഇത് പെയർ തന്നെയാണ്. ഓക്കെ, വേറെ ഒന്നും കാണിക്കാം. കാഴ്ചയിൽ ഡിഫറൻസ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ലേ? മനസ്സിലായോ? ക്ലിയർ ആവുന്നുണ്ടോ? Yes, ma'am. ഇത് നമ്മൾ ടച്ച് ചെയ്ത് തന്നെ മനസ്സിലാക്കണം. നല്ലൊരു രസമുള്ള ആക്ടിവിറ്റിയാണ് കുട്ടി. എന്തോ ഇത് ക്ലിയർ ആയില്ലേ? ടച്ച് ബോർഡ്സ് ഇതിപ്പോ കാണുമ്പോൾ വ്യത്യാസം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ബ്ലൈൻഡ് ഫോൾഡ് തന്നെ ചെയ്യുക. കാരണം കണ്ടല്ല നമ്മളത് മനസ്സിലാക്കണ്ടേ, ടച്ച് ചെയ്ത് തന്നെ മനസ്സിലാക്കണം. വേറൊരു ബോർഡ്, ഇതിന്റെ എല്ലാം ബോക്സസ് എല്ലാം തന്നെ വുഡൻ ആണ് കേട്ടോ. നല്ല ഫൈൻ വുഡൻ ബോർഡ്സ് ആണ്. 2 സെഷൻ ഉണ്ട്. നമ്മളുടെ ഈ 2 ടൈപ്പ് ബോർഡ്സ് വെക്കാനുള്ള സെഷനാണ്. ഓക്കെ, എല്ലാം നല്ല നാച്ചുറൽ വുഡ് കൊണ്ട് ഉണ്ടാക്കിയത്, ഒന്നും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒന്നുമില്ല. ഇത് തന്നെ ശരിക്കും മോണ്ടിസോറി മെറ്റീരിയൽ. അപ്പൊ ഇത് കുട്ടികൾ എടുക്കുക എന്ന് പറയുമ്പോൾ, നമ്മളിപ്പോ എടുക്കാന്ന് പറഞ്ഞാൽ ഒരു അഡൾട്ടിനെ സംബന്ധിച്ച് ഇത് ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാവില്ല അധികം. പക്ഷെ കുട്ടികൾ അവരുടെ കുഞ്ഞു കൈകൾ കൊണ്ട് ഇത് എടുക്കുന്നതൊക്കെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് നേരത്തെ പോലെ തന്നെ ടച്ച് ബോർഡ്സ് നമുക്ക് 10 ഉണ്ട്. പക്ഷേ ഇതിന്റെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് സ്മൂത്ത് ആണ്, കുറെയൊക്കെ സ്മൂത്ത് സർഫസ് ആണ്. മറ്റേതിനെ പോലെയല്ല, കുറച്ചുകൂടെ ടഫാണ് ഇത് നമുക്ക് പെയർ ചെയ്യാനായിട്ട്. കണ്ടാലും എല്ലാം ഒരുപോലെ ഇരിക്കും. കണ്ടാലും എല്ലാം കണ്ടോ, എല്ലാ പീസസും ഒരേപോലെ ഇരിക്കും, ഓൾമോസ്റ്റ് സെയിം ആയിട്ട്. കളറൊക്കെ ഒരു ലൈറ്റ് യെല്ലോ പോലത്തെ ഒരു കളറാണ്. അപ്പോ ഇത് നമ്മൾ ടച്ച് ചെയ്ത് മനസ്സിലാക്കണം. ചിലതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇറ്റ്സ് ലൈക്ക് നമ്മള് റൂമിലൊക്കെ ഇടുന്ന ടൈൽസ് ഇല്ലേ, അതിന്റെ ഒരു ടെക്സ്ചർ ഫീൽ ചെയ്യും. ചിലത് ഈ മെഴുക് വാക്സ് ഇരിക്കില്ലേ, വാക്സ് ഇട്ടിട്ട് ഫിനിഷ് ചെയ്ത പോലത്തെ ഒരു ഫിനിഷിങ് ഫീൽ ചെയ്യും, ഒരു ഗ്ലേസിങ് ഒക്കെ ആയിട്ട് ചിലതിന് അങ്ങനത്തെ ഒരു ഫിനിഷിങ് ഉണ്ട്. ചിലത് ചെറിയൊരു ഈ എന്താ പറയാ, ബാത്റൂമിലൊക്കെ ഇടുന്ന ടൈൽസ് ഇല്ലേ, കുറച്ച് ഗ്രിപ്പുള്ള ടൈപ്പ്, ആ ഒരു ഗ്രിപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് ഇതിന്. ഇതും ഇതുപോലെ തന്നെ 10 പീസസ്, പക്ഷെ 5 ടെക്സ്റ്റേഴ്സ് നമ്മൾ പെയർ ചെയ്യണം. ഫസ്റ്റ് ബാച്ച് വന്നപ്പോ അവരതെല്ലാരും ബ്ലൈൻഡ് ഫോൾഡ് ചെയ്തു. പിന്നെ നിങ്ങൾ വരുമ്പോ ഞാൻ അഷർ ചെയ്യുന്ന ഒരു കാര്യം, എല്ലാ മെറ്റീരിയൽസും എല്ലാവരുടെയും കയ്യിലൂടെ പോകണം. ഒരാൾ ചെയ്യുന്നത് നോക്കി നിന്നല്ല ഇത് പഠിക്കേണ്ടത്, എല്ലാരും ചെയ്തു നോക്കണം. വരാൻ പറ്റുന്നവര് മാക്സിമം ട്രൈ ചെയ്യുക. നമ്മൾക്ക് മാറ്റിവെക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ മാറ്റിവെച്ച് വരാനായിട്ട് ജസ്റ്റ് ട്രൈ ചെയ്യാം. കാരണം വളരെ ഇമ്പോർട്ടന്റ് ആണ് പ്രാക്ടിക്കൽ സെഷൻ മോണ്ടിസോറി മെത്തേഡില്. തിയറിയെക്കാളും ഇമ്പോർട്ടന്റ് ആണ്. ജസ്റ്റ് ആ തിയറി മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് മോണ്ടിസോറി എൻവയോൺമെന്റ് എങ്ങനെയാണ്, മോണ്ടിസോറി മെറ്റീരിയൽസ് എങ്ങനെയാണ്, മോണ്ടിസോറി സ്കൂളിലെ ഒരു ഫെസിലിറ്റേറ്റർ എങ്ങനെയായിരിക്കണം എന്നുള്ളതൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടുന്നത്. അപ്പൊ ഇതാണ് പിന്നെ വന്നത്. ടെക്സ്ചർ ഡിഫറൻസ് ആണ് 2 ടൈപ്പ് ബോർഡും തമ്മിൽ. ഒരെണ്ണം റഫ്നെസ് കൂടിയത്, ഒരെണ്ണം ഒരു സ്മൂത്ത് ടു ചെറിയൊരു റഫ്നെസ്. ഇതെല്ലാം ഇവര് റിലേറ്റ് ചെയ്യും, കണക്ട് ചെയ്യും. അവരുടെ ചുറ്റിലുള്ളത്, അവരുടെ വീട്ടിലെ ഹോള്, വീട്ടിലെ ഫ്ലോറ്, അങ്ങനെ എന്തുമായിട്ട് ഇവർക്ക് കണക്ട് ചെയ്യാൻ പറ്റും. കുട്ടികൾ പലപ്പോഴും സ്കൂളിൽ നിന്ന് വെട്ടി വരും പറയില്ലേ, നമ്മുടെ വീട്ടിലുള്ളത് പോലത്തെ സ്കൂളിലുണ്ട് അങ്ങനെ പറയില്ലേ. സോ ലൈക്ക് അവരുടെ സറൗണ്ടിങ്സുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പൊ അതാണ് നമ്മളുടെ ടച്ച് ബോർഡ്സിൽ വരുന്നത്. ഞാനത് എൻ്റെ കയ്യിലുള്ള പിക്ചർ ഒന്ന് കാണിച്ചത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ആ ഒരു പിക്ചർ എടുത്ത് വെച്ചതേ ഉള്ളൂ. ഇതിൽ തന്നെ നിങ്ങൾക്ക് ടച്ച് ഫാബ്രിക്സ് നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കാം. ടച്ച് ഫാബ്രിക്സ് തന്നെ ഉണ്ടാക്കാന്ന് പറഞ്ഞത് ഫോട്ടോ എടുത്തത്, കാരണം അതൊരു ലൈറ്റിന്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ടച്ച് ഫാബ്രിക്സ്,
ഈ ടച്ച് ഫാബ്രിക്സിൽ പല ടൈപ്പ് ക്ലോത്ത്സ് വെക്കാം. പല ടൈപ്പ് ക്ലോത്ത്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സിൽക്ക് ഉണ്ട്, കോട്ടൺ ഉണ്ട്, കോട്ടണിൽ തന്നെ വെറൈറ്റീസ് ഉണ്ട്, ജൂട്ട് ഉണ്ട് അല്ലെ, കുറച്ച് റഫ് ആയിട്ടുള്ള കോട്ടൺ ക്ലോത്ത് ഉണ്ട്, കുറച്ച് സ്മൂത്ത് ആയിട്ടുള്ള കോട്ടൺ ക്ലോത്ത് ഉണ്ട്, മിക്സഡ് ഉണ്ട്, കോട്ടൺ സിൽക്ക് ഉണ്ട്. അങ്ങനെ പല ടൈപ്പ് ക്ലോത്ത് പീസസ് ഉണ്ടെങ്കിൽ ടച്ച് ഫാബ്രിക്സ് നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കാം. കുറച്ചൊന്ന് അതിന്റെ സൈഡൊക്കെ ഒന്ന് സ്റ്റിച്ചൊക്കെ ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഫ്ലവർ ഒക്കെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ കുറച്ചൊന്ന് അട്രാക്റ്റീവ് ആക്കുക. കുട്ടികൾ എപ്പോഴും അട്രാക്റ്റീവ് അതിനോടൊരു താല്പര്യം കാണിക്കും. ഓക്കെ, ടച്ച് ബോർഡ്സ് അല്ല ഞാൻ പറഞ്ഞത്, ടച്ച് ടാബ്ലറ്റ്സ് ആയിരുന്നേ. നമ്മുടെ കയ്യിൽ ടച്ച് ബോർഡ്സ് ഇല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ടച്ച് ബോർഡ്സ് ഒരു ഒറ്റ ബോഡി തന്നെ നമ്മുടെ ഈ ടച്ച് ടാബ്ലറ്റ്സ് ഇപ്പൊ കാണിച്ചില്ലേ, ഇതെല്ലാം സെപ്പറേറ്റ് അല്ലേ, ഇതെല്ലാം കൂടി ഒരുമിച്ച് ഒറ്റ ബോഡി തന്നെ ഇങ്ങനെ ഒരുമിച്ച് വെച്ചിരിക്കുന്നതാണ് ടച്ച് ബോർഡ്സ്. നമ്മുടെ കയ്യിൽ ടച്ച് ബോർഡ്സ് ഇല്ല കേട്ടോ. അതിനെ സെപ്പറേറ്റ് ചെയ്ത ടച്ച് ടാബ്ലറ്റ്സ് ഓരോന്നോരോന്നായിട്ടുള്ളത് സെയിം തന്നെ ബോർഡാക്കി വെച്ചിരിക്കണമെന്ന് മാത്രം. പല പല ടാബ്ലറ്റ്സ് എടുത്തിട്ട് ബോർഡിലാക്കി വെച്ചിരിക്കുന്നു. പിന്നെ നമ്മളുടെ ടാക്ടൈൽ സെൻസ്, നമ്മുടെ ടച്ച് ചെയ്തിട്ടുള്ളത്. സോ ഈ ടച്ച് ഫാബ്രിക്സ്, ടച്ച് ടാബ്ലറ്റ്സ്, ടച്ച് ബോർഡ്സ് എല്ലാം തന്നെ ബ്ലൈൻഡ് ഫോൾഡ് ചെയ്ത് ചെയ്യിക്കണം. ഓക്കെ, ബാരിക് ടാബ്ലറ്റ്സ് വെയിറ്റ് വരുന്നത്, തെർമിക് ടാബ്ലറ്റ്സ് ടെമ്പറേച്ചർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് വരുന്നത്. അപ്പൊ നിങ്ങൾ എഴുതി വരുമ്പം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു റിവ്യൂ സെഷനിൽ നമുക്ക് ചെയ്യാം കേട്ടോ. പോയോ? ഓപ്പൺ ആവുന്നതിന് ഒന്നുകൂടെ ഓപ്പൺ ചെയ്യട്ടെ കേട്ടോ. ഓക്കെ, ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ടച്ച് ടാബ്ലറ്റ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എനി ഡൗട്ട്സ്? കുട്ടികളുടെ കയ്യിൽ പ്ലീസ്. നമ്മളുടെ PDF-ല് ബോട്ടിൽസിനെ കുറിച്ചുണ്ട് കേട്ടോ. ടച്ച് ബോട്ടിൽസ് എന്ന് പറഞ്ഞിട്ട് ചെറിയ ചെറിയ ഗ്ലാസ് ബോട്ടിൽസ് ആണ് അത് പറയുന്നത്. പറഞ്ഞല്ലോ, മോണ്ടിസോറി ഡിസൈൻ ചെയ്തതിൽ നിന്നും അപ്ഡേറ്റഡ് ആയിട്ട് ഇപ്പൊ പല പലതും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ചില സ്കൂളുകളിൽ പോയപ്പോൾ നിങ്ങൾ അത് കണ്ടിട്ടുണ്ടാകണം. ബോട്ടിൽസ് ഉണ്ട്, ചെറിയ ചെറിയ ബോട്ടിൽസ്, ഇത്രയൊക്കെ വരുന്നൊരു ബോട്ടിൽസിനകത്ത് ഇതുപോലെ അത് ടച്ച് ബോട്ടിൽസ് എന്ന് പറഞ്ഞിട്ട് എന്തോ ചെറിയ ഒരു ഇതുണ്ട്. നമ്മളുടെ കയ്യിലില്ല അത്. പിക്ചേഴ്സ് ഒക്കെ നമുക്കത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ബൈനോമിയൽ ക്യൂബ്സ്. നെക്സ്റ്റ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ബൈനോമിയൽ ക്യൂബ്സ് ആണ്. നമുക്ക് ബൈനോമിയൽ ക്യൂബ്സും ഉണ്ട്, ട്രൈനോമിയൽ ക്യൂബ്സും ഉണ്ട്. ഡിഫറൻസ് ഒന്ന് പറയാൻ പറ്റുമോ? പേര് കേട്ടിട്ട് ക്യൂബ്സ് അറിയാലോ. 2 sides binomial and 3 sides. ഇതിന് വരുന്നത് പറയാട്ടോ, ഷെയർ ചെയ്യും. ടാബ്ലറ്റ്സ് ഒന്ന് എഴുതി വെച്ചോട്ടെ. ബൈനോമിയൽ ക്യൂബ്സിലെ ക്യൂബും ഉണ്ടാവും, ക്യൂബോയിഡ്സ് ഉണ്ടാവും. ക്യൂബോയിഡ് എന്താന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സോളിഡ്സിൽ കണ്ടു അല്ലെ. എന്തായിരുന്നു ക്യൂബും ക്യൂബോയിഡ്സും? ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 3D shape of a square. സ്ക്വയർ. ക്യൂബോയിഡ് 3D shape of a rectangle. യെസ്. ക്യൂബോയിഡ്സ് അതായിരുന്നു. അന്ന് എടുക്കട്ടെ കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് എന്ന് എടുത്തിട്ട് വരാം.
എണ്ണമുണ്ട്. അതില് ക്യൂബും ക്യൂബോയിഡും കൂടെ ചേർന്നിട്ട് 8 പീസസ് ആണ് ബൈനോമിയൽ ക്യൂബ്സിലുള്ളത്. രണ്ട് ലെയർ ആയിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. അതിന്റെ പിക്ചേഴ്സ് ഞാനൊന്ന് കാണിക്കാം. അതുപോലെ തന്നെ ഞാൻ കയ്യിലിരിക്കുന്നത് ഒന്ന് കാണിക്കാം. 8 നമ്പേഴ്സ് ഉണ്ട്. അതിൽ ക്യൂബും ഉണ്ട് ക്യൂബോയിഡ്സും ഉണ്ട്. 2 ലെയർ ആയിട്ടാണ് പ്ലേസ് ചെയ്യുന്നത്. പിന്നെ ട്രൈനോമിയൽ ക്യൂബ്സ് നമ്മുടെ കയ്യിലില്ല. നമ്മുടെ കയ്യിൽ ബൈനോമിയൽ ക്യൂബ്സ് മാത്രമേ ഉള്ളൂ. രണ്ട് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൈനോമിയലില് 27 ഉണ്ട്. അതിന് 3 ലെയർ ആയിട്ടാണ്. അതായത് ബൈനോമിയൽ ആകുമ്പോൾ ഒരു ലെയറിൽ 4 എണ്ണം, രണ്ടാമത്തെ ലെയറിൽ 4 എണ്ണം, അങ്ങനെ ടോട്ടൽ 8. ട്രൈനോമിയലില് 3 ലെയേഴ്സ് ആണ്. ഓക്കെ, 3 ലെയേഴ്സ്. അതിൽ 27 നമ്പേഴ്സ് ഉണ്ടായിരിക്കും. ട്രൈനോമിയൽ ക്യൂബ്സിൽ 3 ലെയേഴ്സ് ആയിട്ടാണ് വെക്കുന്നത്. ഇത് പിക്ചർ കാണിച്ചു തരാം. ഇതാണ് ബൈനോമിയൽ ക്യൂബ്സ്. പിക്ചർ നിങ്ങൾ നോക്കിക്കോളൂ. നമ്മുടെ കയ്യിലിരിക്കണമെന്ന് കാണാം. കണ്ടോ, വുഡൻ ആണ് ബോക്സ്. ഇതിന്റെ ക്ലോസ് ചെയ്യുന്ന അടപ്പും വുഡൻ ആണ്. ഓക്കെ, ക്ലോസ് ചെയ്യുന്നതും കണ്ടോ, വുഡൻ. ഇനി ഇത് ടൈറ്റ് ആയിട്ടുള്ള ക്ലോസ് അല്ല, വളരെ ലൂസാണ്. സോ കുട്ടികൾക്ക് തുറക്കാൻ, അവരുടെ ചെറിയ കൈ കൊണ്ട് തുറക്കാൻ എളുപ്പമായിരിക്കും. ഭയങ്കര ടൈറ്റ് ആയിട്ടൊക്കെ ഇരിക്കണമെങ്കിൽ അവരുടെ കുഞ്ഞ് കൈകൾ കൊണ്ട് അത് ഓപ്പൺ ചെയ്യാൻ പാടായിരിക്കും. അവര് വേറെ ആരുടെങ്കിലും സഹായം ചോദിക്കാൻ പോകും. സോ ഇത് അതിന്റെ ആവശ്യമില്ല, ഇങ്ങനെ എടുക്കാം. ഇത് എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ടേബിളിൽ വെച്ച് കാണിച്ചു തരാം. ഇത് നിങ്ങൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പല കളേഴ്സ് കാണാൻ പറ്റും അല്ലെ. ഇതിന്റെ അടപ്പ് നോക്കിക്കേ, എന്തൊക്കെ കളറാ കാണുന്നത്? റെഡ്, ബ്ലാക്ക്, ബ്ലൂ. റെഡ്, ബ്ലാക്ക്, ബ്ലൂ. നമ്മളുടെ ഇതിലുള്ള ക്യൂബ്സും ആ ഒരു കളറിലാണ് വരുന്നത്. ചില ക്യൂബ് മുഴുവനും ബ്ലാക്ക് ആയിരിക്കും, മുഴുവനും റെഡ് ആയിരിക്കും, മുഴുവനും ബ്ലൂ ആയിരിക്കും. ക്യൂബ് അല്ലെങ്കിൽ ക്യൂബോയിഡ്. ചിലതിന്റെ ഒരു ഫേസ് ഒരു കളറ്, മറ്റേ ഫേസ് വേറെ കളറ്. അങ്ങനെ മിക്സഡ് കളേഴ്സിലും ക്യൂബും ക്യൂബോയിഡും വരുന്നുണ്ട്. ഞാൻ അതൊന്ന് ടേബിളിലേക്ക് ഒന്ന് വെച്ചിട്ട് അതൊന്ന് കാണിച്ചു തരാം. അത് ഞാൻ വെക്കട്ടെ കേട്ടോ. വെച്ചിട്ട് ഞാൻ വീഡിയോ ഓൺ ചെയ്യാം. അപ്പൊ പിക്ചേഴ്സ് ഒന്ന് നോക്കിക്കോ. കാണാൻ പറ്റുന്നുണ്ടോ? ഞാനാണ് ക്യാമറ പിടിച്ചത്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. യെസ് മാം. ഇത് ഈ ബോക്സ് ശരിക്കും, ബോക്സ് നിങ്ങൾക്ക് ശരിക്കും കാണാലോ? ഇത്രയും കൂടെ ഒന്ന് താഴെയൊക്കെ ആക്കണം. ഇപ്പോഴോ? ഓൾമോസ്റ്റ് കുഴപ്പമില്ല. ഓക്കെ അല്ലേ? കുഴപ്പമില്ലല്ലോ. ഓക്കെ അല്ലേ ഇപ്പോ? കാണുന്നുണ്ട്. ഇതിന്റെ ഉള്ളിലാണ് നമ്മളുടെ ക്യൂബും ക്യൂബോയിഡ്സും ഇരിക്കുന്നുണ്ട്. കേട്ടോ, ഇതിന്റെ 2-3 സൈഡ്സില് ഇതിന്റെ ആ ക്യൂബും ക്യൂബോയിഡ്സിന്റെ പിക്ചർ ആണ്. 1, 2, 3 അങ്ങനെ പിക്ചേഴ്സ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇത് ഓപ്പൺ ചെയ്യാനും എളുപ്പമാണ്. ഉണ്ടോ, ചെറിയൊരു ഗ്രൂവ് പോലെ ഉണ്ട്, അതിലേക്ക് ഇങ്ങനെ ചേർന്നിരിക്കുന്നതേ ഉള്ളൂ. ഈ 2 സൈഡേ നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? കാണാലോ ക്ലിയർ ആയിട്ട്? ഇനി ഇതെങ്ങനെ ഇതിൽ പ്ലേസ് ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു 2 ലെയർ ആയിട്ടാണ്
ക്യൂബും ക്യൂബോയിഡ്സും വെക്കുന്നത്. ക്യൂബും ക്യൂബോയിഡ്സും ആണ്, ശ്രദ്ധിക്കണം, മുഴുവനും ക്യൂബ് അല്ല. അപ്പൊ ആദ്യം ഇതെല്ലാം പുറത്തേക്ക് എടുക്കും. ഇങ്ങനെ ക്യാമറ നിലത്ത് വെച്ചാൽ കാണാൻ പറ്റുന്നുണ്ടോ? മോളിൽ ഇട്ടിട്ടോ മോളെ വിളിക്കാന്ന് വിചാരിച്ച, പക്ഷെ ഇങ്ങനെ ഗസ്റ്റ് വന്നപ്പോഴേക്കും അങ്ങനെ അവരുടെ ഇത് പോയി. കാണുന്നില്ല അല്ലെ? ഇല്ല, മുകളിൽ കാണുന്നത്. പെടോ ആ ഓക്കെ, ഇത്രയും കൂടെ ബാക്കിലോട്ട് ഇറക്കി നോക്കി. ആ മഞ്ഞ ബോക്സിന്റെ അടുത്തേക്ക് നീക്കിയാ മതി. ഓക്കെ, ഇപ്പൊ കാണുന്നുണ്ട്, എനിക്ക് കാണുന്നുണ്ട്. ബാക്കി എല്ലാവർക്കും ഓക്കെ അല്ലേ? ആയ കുറച്ച് ബുദ്ധിമുട്ടല്ലേ? കറക്റ്റ് പൊസിഷനാണോ? കുറച്ചുകൂടി ബാക്കിലേക്ക് പോയാൽ നല്ല വൃത്തിയായിട്ട് കാണും. ഓക്കെ ആണോ? ആ യെസ്. ഓക്കെ, നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് ക്യൂബ്സ് എല്ലാം നമ്മൾ പുറത്തേക്ക് എടുക്കും. ശരിക്കും മാറ്റ് ഒക്കെ വിരിച്ചിട്ടാട്ടോ ചെയ്യേണ്ടത്. കാരണം എന്താന്ന് വെച്ചാല് ഇതിപ്പോ കുഴപ്പമില്ല, ഇങ്ങനെ റൗണ്ട് സ്ഫിയർ ഷേപ്പിലുള്ള സാധനങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ നിലത്തോ അതുപോലെ തന്നെ ടേബിളിലോ വെച്ച് ഉരുണ്ടു പോകും അല്ലെ? റോൾ ചെയ്യുന്ന ടൈപ്പ് ഒക്കെ ആണെങ്കിൽ ഉരുണ്ടു പോകും. അപ്പൊ അങ്ങനെ ഉരുണ്ടു പോകാതിരിക്കാൻ അതിനു വേണ്ടി മാത്രമല്ല, ഒരു മാറ്റ് ചെറിയ നമ്മളുടെ ഈ ചെറിയ ചവിട്ടികളില്ലേ, അതിന്റെ സൈസ് വരുന്ന മാറ്റ് ഒക്കെ വിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ആ കുട്ടി ആ ലിമിറ്റഡ് സ്പേസിൽ ഇരുന്ന് ചെയ്യും. അതിനുള്ളിൽ ആദ്യം കിട്ടും. ഈ മാറ്റിന്റെ മുകളിൽ വെച്ച് വേണം ചെയ്യാൻ. ഓടി നടന്നുള്ള സ്പേസ് മുഴുവനും അവരെടുക്കില്ല. ആ ഒരു ലിമിറ്റഡ് സ്പേസിൽ ചെയ്യുമ്പോൾ അടുത്തിരിക്കുന്നവരെ ഡിസ്റ്റർബ് ചെയ്യില്ല, ആ റൂമിലുള്ള ആർക്കും ഡിസ്റ്റർബൻസ് വരില്ല. അപ്പൊ അങ്ങനെയാണ് ഇവരിൽ ഒരു ഓർഡറും ഡിസിപ്ലിനും ഒബീഡിയൻസും തന്നെ ഉണ്ടാവുകയാണ് ചെയ്യും. അതാണ് മോണ്ടിസോറി എൻവയോൺമെന്റിലെ ഓരോ മെറ്റീരിയൽസിനും ഇത്ര ഇമ്പോർട്ടന്റ്. നമ്മൾ ചുമ്മാ റഗ് അല്ലെങ്കിൽ നമ്മൾ ചവിട്ടുന്ന ചവിട്ടി മാറ്റ് ഉദ്ദേശിക്കുന്നതിന് അത്രയും ഇമ്പോർട്ടൻസ് കുട്ടികളുടെ ഡിസിപ്ലിനിൽ വരുന്നുണ്ടെന്നുള്ളത് നമുക്കിത് ചെയ്യിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. ഇതെല്ലാം നമ്മൾ പുറത്തേക്ക് എടുക്കുന്നു. ഈ ക്യൂബ്സ് ഇത് നോക്കിയാൽ അറിയാം, ഇതിപ്പോ ക്യൂബോയിഡ് ആണ്. നമുക്ക് ഇതിന്റെ ഒരു ഫേസ് ബ്ലാക്ക്, ദെൻ റെഡ്, ബ്ലാക്ക്, അങ്ങനെ പോകുന്നു. ആ സ്ക്വയർ ഷേപ്പിലുള്ള ഭാഗം റെഡ് ആണ്, മറ്റേ റെക്ടാംഗിൾ ഷേപ്പിലുള്ള ഭാഗം ബ്ലാക്ക്. അങ്ങനെ ഓരോന്നും ഓരോ രീതി. ഇത് ഫുൾ റെഡ് ആണ്, ഇത് ഫുൾ ബ്ലാക്ക്. ഇതിൽ ബ്ലാക്കും ഉണ്ട്, ഒരു സൈഡ് ബ്ലൂവും ഉണ്ട്. അങ്ങനെ അങ്ങനെ മിക്സ്ഡ് ആണ്. അതുപോലെ തന്നെ നമുക്ക് പലതും അങ്ങനെ വരുന്നുണ്ട്. ഇത് ഞാൻ പുറത്തേക്ക് എടുത്തു. ഇനി ഇതിന്റെ അടപ്പെന്ന് പറഞ്ഞില്ലേ, കണ്ടോ? നമ്മൾ ഇനി ഈ ബോക്സിനകത്തേക്ക് ഈ ക്യൂബ്സിനെ കറക്റ്റ് ഓർഡറിൽ വെക്കണം. അതെങ്ങനെയാണ് നമ്മൾ വെക്കുന്നതെന്നാണ് നോക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം റെഡ്, ബ്ലാക്ക്, ബ്ലൂ, ദെൻ ബ്ലാക്ക് അല്ലെ? ഇത് ക്യൂബ് ഷേപ്പ്, ഇത് ക്യൂബോയിഡ് ഷേപ്പ്, ഇതും ക്യൂബോയിഡ് ഷേപ്പ്, അതായത് റെക്ടാംഗിൾ ഷേപ്പ്. നമുക്കിവിടെ എല്ലാ മെറ്റീരിയൽസ് ക്യൂബും ക്യൂബോയിഡും ആയതുകൊണ്ട് ഞാൻ ക്യൂബ് ഷേപ്പ് എന്നുള്ളത് അതിന്റെ ഒരു ഫേസ് പറഞ്ഞതാണ്. ഇത് സ്ക്വയർ ക്യൂബിന്റെ ഒരു ഫേസ് പോലെ തന്നെ, ഇതും സ്ക്വയർ ക്യൂബിന്റെ ഒരു ഫേസ് പോലെ തന്നെ ബ്ലൂ. ഈ ബ്ലാക്ക് ക്യൂബോയിഡിന്റെ ഫേസ് പോലെ തന്നെ, ഇത് റെക്ടാംഗിൾ ഷേപ്പ് ക്യൂബോയിഡിന്റെ ഒരു ഫേസ് പോലെ തന്നെ. ഇതാണ് നമ്മളുടെ ഇതിനെ ക്ലോസ് ചെയ്യുന്ന ലെഡ്. അത് വെച്ചിട്ടാണ് നമ്മൾ ആക്ടിവിറ്റി കാണിക്കുന്നത്. ഞാൻ ആ കൊടുത്തിരിക്കുന്ന പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. കണ്ടോ? ഈ ഒരു പോർഷൻ ഇല്ല, ഈ ഒരു ഭാഗം കാണാമോ? ഞാൻ ഈ തൊട്ടേക്കുന്ന ഭാഗം കാണാമോ? ഈ രണ്ട് ഓപ്പണിങ്ങിന്റെ ഇൻ ബിറ്റ്വീൻ പോർഷൻ കാണാമോ? ഈ ഒരു സ്പേസ് ഇതിന് മോളി വെച്ചാൽ കാണാൻ പറ്റില്ല. കാണുന്നില്ലേ? കാണുന്നുണ്ട്. ഈ ഒരു സ്പേസ് കാണാമോ? അതായത് നമ്മൾ ഇങ്ങനെ അടങ്ങിയിരുന്ന രണ്ട് ഭാഗങ്ങളില്ലേ, ഇത് രണ്ടും തുറന്നിട്ടാണല്ലോ നമ്മൾ ഈ ക്യൂബിനെയും ക്യൂബോയിഡ്സിനെയും പുറത്തേക്ക് എടുത്തത്. അപ്പൊ ഈ രണ്ടിന്റെയും ഇടയ്ക്കുള്ള ഈ പോർഷൻ ഇല്ലേ, നിലത്തെ പോർഷൻ, മാറ്റിന്റെ പോർഷൻ വിചാരിച്ചോ. മാറ്റ് ഉണ്ടെങ്കിൽ മാറ്റിന്റെ പോർഷൻ. വാട്ടർ വെച്ചിട്ടെ വന്നിരിക്കുന്നവരൊക്കെ പാട്ടിന്റെ ആൾക്കാർ, അപ്പൊ അവരത് ഓൺ ചെയ്യും. അപ്പൊ ഈ ഒരു സ്പേസിലേക്ക് നമ്മൾ ഈ അടപ്പില്ലേ, ഒരു ഭാഗം, ഇത് ഈ അടപ്പ് പോർഷനില്ലേ, ഇത് വെക്കും. ഈ ഒരു പോർഷനിൽ ക്ലിയർ ആയോ? നമ്മുടെ ബോക്സിന്റെ ഈ രണ്ട് പോർഷൻ, അതായത് നമ്മുടെ ക്യൂബും ക്യൂബോയിഡ്സിന്റെ
കളറുള്ള ആ 2 ഭാഗങ്ങളാണ് നമ്മൾ ഓപ്പൺ ആക്കുന്നത്. അതായത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന 2 പോർഷൻ. ഒന്നുകൂടി ഞാൻ കാണിക്കാം, എടുത്തു കാണിക്കാം. ഈ ബോക്സിന്റെ തുറക്കാൻ പറ്റുന്ന ഒരു ഭാഗം, അവിടെ തന്നെയാണ് ക്യൂബും ക്യൂബോയിഡ്സിന്റെയും പിക്ചർ ഉള്ളത്. അതും ഓപ്പൺ ചെയ്തു. അതുപോലെ ഇപ്പുറത്തെ സൈഡും അതും നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ബാക്കി ഇത് രണ്ടും ഫിക്സഡ് ആണ്. ഈ 2 ഭാഗം നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഈ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന 2 പോർഷൻ എടുത്തു. ഇതിന്റെ ഇൻ ബിറ്റ്വീൻ ഈ ഒരു സ്പേസ് വരുന്നിടത്ത് നമ്മൾ ഇതിന്റെ അടപ്പ് വെച്ചു. ഇപ്പൊ കാണാമോ? കേട്ടോ, ഈ അടപ്പ് വെച്ച് കണ്ടോ? കാണാം. ഈ 2 ഓപ്പൺ ചെയ്ത ഭാഗത്തിന്റെ ആ സ്പേസിനിടയ്ക്ക് ഇത് വെച്ചു. ഇനി നോക്കുക, നമുക്കറിയാം ഇവിടെ ബ്ലൂ ആണ്. സോ ബ്ലൂ ആ ഒരു വലിപ്പം വരുന്ന ഏതാ ഷേപ്പ് ഉള്ളതെന്ന് വെച്ചാൽ അതെടുക്കുക. ഞാൻ ഈ ക്യൂബ് എടുത്തു, അതവിടെ വെച്ച് നോക്കുക. കറക്റ്റ് അതിൽ ഫിറ്റ് ആയില്ലേ? ഞാൻ ഈ ബ്ലൂ എടുക്കുന്നതിന് പകരം ഞാൻ ഈ ലെയർ എടുക്കുവാണ്, കാരണം നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ആദ്യം ഇത് ഫില്ല് ചെയ്തിട്ട് നമുക്ക് ഇപ്പുറത്തെ ലെയർ ഫില്ല് ചെയ്യാം, ഇപ്പുറത്തെ സൈഡ് ഫില്ല് ചെയ്യാം. ഇവിടെ ബ്ലാക്ക് അല്ലേ? ബ്ലാക്ക് അല്ലേ? ബ്ലാക്ക് ടു ബ്ലാക്ക്, ബ്ലാക്ക് വരുന്ന ഒരു പോർഷൻ എടുത്തു. ഇത് ബ്ലാക്ക് ആണല്ലോ, ഈ ഒരു ഫേസ് ബ്ലാക്ക് അല്ലേ? ആ ബ്ലാക്ക് ഈ ബ്ലാക്കിന്റെ മുകളിൽ വെക്കുന്ന രീതിയിൽ വെച്ചു. ക്ലിയർ ആയോ? ഒന്നുകൂടി പറയാം. നമ്മളുടെ ഈ ബോക്സ് അടയ്ക്കുന്ന അടപ്പെടുത്തു, അതിനെ ഈ 2 ഓപ്പണിങ്ങിന്റെ ഇൻ ബിറ്റ്വീൻ പോർഷനിൽ വെച്ചു. കേട്ടോ, ഇൻ ബിറ്റ്വീൻ പോർഷനിൽ വെച്ചു. നമുക്കിവിടെ ഉള്ളത് ബ്ലാക്ക് ഉണ്ട്, ബ്ലൂ ഉണ്ട്. ബ്ലൂവിന് സ്ക്വയർ ഷേപ്പ്, ബ്ലാക്കും ഓൾമോസ്റ്റ് സ്ക്വയർ ഷേപ്പ്, ഇത് ക്യൂബോയിഡ് ഷേപ്പ്, ഇത് സ്ക്വയർ ഷേപ്പ്. അപ്പൊ നമുക്ക് ഇതിന്റെ മുകളില് ബ്ലാക്ക് കാണുന്ന പോർഷനിൽ ബ്ലാക്ക് വരണം, ബ്ലാക്ക് ടു ബ്ലാക്ക്. റെഡ് കാണുന്ന പോർഷന്റെ മുകളിൽ റെഡ് വരണം. ബ്ലാക്ക് വരുന്നതിന്റെ മുകളിൽ ബ്ലാക്ക് തന്നെ ടച്ച് ചെയ്യണം. ബ്ലൂ വരുന്നതിന്റെ മുകളിൽ ബ്ലൂ തന്നെ ടച്ച് ചെയ്യണം. നമുക്ക് ആദ്യം ഇത് വയ്ക്കാം, എന്നിട്ട് ഇങ്ങോട്ട് വരാം. അല്ലാണ്ട് ഞാൻ ഇത് വെച്ചിട്ട് ബാക്കിൽ വെക്കുമ്പോ കാണാൻ പറ്റില്ലല്ലോ. ബ്ലാക്ക് ഫസ്റ്റ് നമുക്ക് ഈ ബ്ലാക്ക് നോക്കാം അല്ലെ? അപ്പൊ ബ്ലാക്കിന് ഇരിക്കുന്ന രീതിയിൽ എടുക്കാം. ഇതിന്റെ ഒരു സർഫസ് ബ്ലാക്ക് ആണ്, അത് ഇവിടെ വെക്കാൻ പറ്റുമെന്ന് നോക്കുക. യെസ്, കറക്റ്റ് അത് അവിടെ ഫിറ്റ് ആയി. കണ്ടോ? കാണുന്നുണ്ട്. കണ്ടല്ലോ? അപ്പൊ നോക്കുക, ഈ ബ്ലാക്ക്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അടുത്തത് നമ്മൾ വെക്കാൻ പോകുന്ന റെഡിലാണ് അല്ലെ? റെഡ് എന്നുള്ള താഴെ കാണുന്ന ഭാഗമാണ്. അപ്പൊ റെഡും വരണം, അതിന്റെ ഈ ഇതുമായിട്ട് മുട്ടുന്ന ഭാഗം ബ്ലാക്ക് വരണം. ഏത് കളറാണോ ആ കളറാണ് ആ സർഫസുമായിട്ട് ടച്ച് ആവേണ്ടത്. അതായത് നമ്മൾ ആദ്യം ബ്ലാക്ക് എടുത്തു, അതിൽ ബ്ലാക്ക് വരുന്ന രീതിയിൽ ബ്ലാക്ക് ടു ബ്ലാക്ക് വെച്ചു. അപ്പൊ ഈ വെച്ചതിന്റെ ഈ സൈഡ് ബ്ലാക്ക് ആണ്. അപ്പൊ നമ്മൾ ഇവിടെ വെക്കുന്നത് എന്ത് തന്നെ ആയാലും ഈ ക്യൂബുമായിട്ട് മുട്ടുമ്പോ ഇവിടെ ബ്ലാക്കും വരണം, താഴെ റെഡും വരണം. ക്ലിയർ ആയോ? ശരിക്കും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, കാരണം ഇങ്ങനെ പറയുമ്പോൾ മനസ്സിലാവുമോന്ന് എനിക്കൊരു കൺഫ്യൂഷൻ. അപ്പൊ ഞാൻ എടുത്തു, റെഡ് എടുത്തു. ഓപ്പോസിറ്റ് വരുന്നത് ബ്ലാക്ക് വരണമെന്നല്ലേ ഉദ്ദേശിച്ചത്? അത് നമ്മള് തമ്മിൽ ഇതിപ്പോ ഈ 2 ഷെയ്ഡ്സും തമ്മിൽ ടച്ച് ആവുമ്പോ ഇവിടെ ഇത് ഞാൻ ഇപ്പൊ റെഡ് എടുത്തു. അപ്പൊ റെഡ് താഴെയും വരണം, ഇവിടെ ബ്ലാക്കും വരണം. ഈ ബ്ലാക്കുമായിട്ടും ടച്ച് ചെയ്യണം, താഴെയുള്ള റെഡുമായിട്ടും ടച്ച് ചെയ്തു. മനസ്സിലായോ? ക്ലിയർ ആയോ? അതായത് ഇവിടെ താഴെ റെഡ് ആണ്, എന്നാലാണ് ഈ റെഡിനെ ടച്ച് ചെയ്യുള്ളൂ. ഇതിന്റെ ഈ സൈഡില് ബ്ലാക്ക് ആണ്, അപ്പോഴാണ് ഇതിന്റെ ബ്ലാക്കുമായിട്ട് ടച്ച് ആവുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇവിടെ എന്തൊക്കെയുള്ള ബ്ലൂവും ബ്ലാക്കും അല്ലേ? താഴെ നമ്മുടെ ഈ അടപ്പിന്റെ ഈ ലിഡിന്റെ താഴെ ബ്ലൂവും ബ്ലാക്കും അല്ലേ? അതുപോലെ ഇതിന്റെ ഇവിടെ എന്താ ബ്ലൂവും ബ്ലാക്കും അല്ലേ? അതെ മാം. അപ്പൊ നമ്മൾ അടുത്തത് വെക്കുമ്പോ താഴത്തതിൽ ബ്ലൂവും വരണം, ഇതിനോട് ചേർന്നും ബ്ലൂ വരണം. അങ്ങനെ വരുന്ന ക്യൂബ് ആണ് അല്ലെ? ഇത് സ്ക്വയർ ഷേപ്പാണ്. ഇത് വെച്ചാലോ, ഇതെല്ലാ സ്ഥലവും ബ്ലൂ ആണ്. സോ അത് വെച്ചു. സോ ഇപ്പൊ കറക്റ്റ് ആയി. താഴെ ബ്ലൂ ടച്ച് ചെയ്തു, മുകളില് ഇതിന്റെ സൈഡിലും ബ്ലൂ ആയിരുന്നു, അതുമായിട്ട് ബ്ലൂ ടച്ച് ചെയ്തു. നമുക്ക് ബ്ലാക്ക് ടു ബ്ലാക്ക്, ബ്ലാക്കും വേണം, ഇവിടെയും ബ്ലാക്ക് വേണം. അത് മാത്രല്ല ഇതിന്റെ ഈ സൈഡ് എന്താണ്? 3 കളർ നോക്കണം അല്ലെ? 3 എണ്ണത്തിന്റെ കളർ നോക്കണം. താഴത്തെ ബ്ലാക്കും നോക്കണം, താഴത്തെ ബ്ലാക്ക് നോക്കണം, ഇതിന്റെ ബ്ലൂ നോക്കണം.
യെസ്, അപ്പൊ ആ രീതിയിൽ വരുന്നത് എടുക്കണം. അപ്പൊ ഇതെടുത്താൽ കറക്റ്റ് ആവോ? യെസ്. കറക്റ്റ് ആവും ആ. അല്ലെ? ഈ ബ്ലൂ ചെന്ന് ഈ ബ്ലൂവിനോടും ടച്ച് ചെയ്യും, ഈ റെഡ് അല്ല ബ്ലാക്ക് ചെന്ന് താഴെയും, പിന്നെ ഇതിന് ബ്ലാക്ക്. ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ ഒരു ലെയർ വളരെ അത് വിജയിച്ചു. നമ്മുടെ ഒരു ലെയർ കറക്റ്റ് ആയി അല്ലേ? ഒരു ലെയർ കറക്റ്റ് ആയി. ഓക്കെ അല്ലേ? കറക്റ്റ് ആയില്ലേ? ഇനി അടുത്തത് വെക്കുമ്പോ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? മുകളിൽ എന്തൊക്കെയാ മുകളിൽ വന്നേക്കുന്ന കളർ നോക്കിക്കേ. ബ്ലാക്ക്, റെഡ്, ബ്ലൂ. യെസ്. ഇതിന്റെ മുകളിൽ ബ്ലൂവും വരണം, ഇതിന്റെ മുകളിൽ ബ്ലാക്കും വരണം, ഇതിന്റെ മുകളിൽ റെഡ് വരണം, ഇതിന്റെ മുകളിൽ ബ്ലാക്ക് വരണം. സൈസും നോക്കണം അല്ലേ? സോ ഇതെടുത്തു, ഇത് ബ്ലൂ ആണ്, ഇത് ബ്ലൂ ആണ്. സോ ഇതിന്റെ മുകളിൽ വെച്ചു. ഓക്കെ, ഒരെണ്ണം വെച്ചു. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റി മാറ്റി ചെയ്യാലോ. ഓക്കെ, ഇപ്പൊ സ്റ്റഡി ആയിട്ടാണോ കാണുന്നത്? കറക്റ്റ് കാണുന്നുണ്ടോ? ആ, കാണുന്നുണ്ട്. ഇവിടത്തെ വെക്കാം, എന്നിട്ട് നമുക്ക് നോക്കാം. ഇത് വെച്ചിട്ട് ശരിയായോ? ഇല്ല. ഇപ്പൊ ശരിയായോ? ഇത് ബ്ലാക്ക് ആണ് ഇവിടെ. ഇപ്പൊ ശരിയായോ? ഇല്ല, സൈഡില് ബ്ലൂ വരണം. എന്തോ സൈഡില് ബ്ലൂ വരണ്ടേ? അല്ലല്ല. അല്ല, ഇത് ബ്ലാക്ക് അല്ലേ? അതിന്റെ ഈ ഫേസ് ബ്ലാക്ക് ആയാൽ മതിയല്ലോ. വെച്ചു. ക്ലിയർ ആയില്ലേ? ആദ്യം ഇത് ടച്ച് ചെയ്യുന്നത് ഒരേ കളർ ആയാൽ മതി. ഇതിപ്പോ ബ്ലാക്ക് അല്ലേ? ഇവിടെ ബ്ലാക്ക് അല്ലേ? അതിന്റെ മുകളിലാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. അപ്പൊ ആ ഒരു ഫേസ് മാത്രം നോക്കിയാൽ പോരെ. ബ്ലാക്ക് വെച്ചു. ഇനി വെക്കുന്നത് ഇതിനോടും ടച്ച് ആവും, ബേസും നോക്കണം. റെഡും ആണ്. ഇതിന്റെ സൈഡ് എന്താ? റെഡ്. അപ്പൊ രണ്ടും റെഡ് വരണോ അല്ലെ? ഇത് വെച്ച് നോക്കിയാലോ? ശരിയായോ? ശരി. ആ സൈഡ് റെഡ്. ഓക്കെ അല്ലേ? ഫ്രണ്ടില് ബ്ലാക്ക് വരണ്ടേ? ഇവിടെ റെഡാ, ഇവിടെ റെഡ്, ഇവിടെ താഴെയും റെഡ്. അപ്പൊ നമുക്ക് ഈ സൈഡും താഴെയും റെഡ് കിട്ടിയാൽ മതി. അത് അവൈലബിൾ ആയിട്ട് ഇതാണ്. വെച്ചു. ഓക്കെയോ? താഴെ റെഡ്, ഈ സൈഡിൽ റെഡ്. സോ നമുക്ക് ടച്ച് ചെയ്യുന്ന ഭാഗങ്ങൾ ഏതാ? രണ്ട് സൈഡിലേ ടച്ച് ചെയ്യുള്ളൂ. റെഡ് വെച്ചു. ഇനി ബാക്കി എന്താ? ബ്ലാക്ക്, ബ്ലൂ. ബ്ലാക്കും. ബ്ലാക്ക്, ബ്ലൂ. നമുക്ക് ബ്ലാക്ക്. സെക്കൻഡ് ലെയർ നമ്മൾ ചെയ്യുമ്പോഴേ ടച്ച് ചെയ്യുന്നവിടെ സെയിം കളർ വരണ്ട അല്ലേ? ടച്ച് ചെയ്തെടുത്ത് കളർ വന്നല്ലോ. ഇരുന്നില്ലേ? നോക്കിക്കേ. അല്ല, ഇപ്പുറത്ത് ബ്ലാക്ക് ഫസ്റ്റ് വെച്ച പോലെ. ഇത് ബ്ലാക്ക് അല്ലേ? ആ, അതിന്റെ ഇപ്പുറത്ത് ബ്ലൂ അല്ലേ? നമ്മള് കളർ കൂടി വെക്കണം. എന്തൊക്കെയാണോ ടച്ച് ചെയ്യുന്നത് ആ കളർ സെയിം ആയാൽ മതി. ഇത് ബ്ലാക്ക് അല്ലേ? അപ്പൊ ഇപ്പുറത്തെ ബ്ലൂ ആയിട്ട് നമ്മൾ ഫസ്റ്റ് ലെയർ വെച്ചപ്പം ബ്ലൂവിന്റെ അത് നോക്കി വെച്ചില്ല. അപ്പൊ ഇത് വെക്കുമ്പോ അങ്ങനെ നോക്കണ്ടേ? അങ്ങനെ വേണ്ടെന്നാണ്. അതായത് താഴത്തെ ലിഡിന്റെ കളറാണോ ഉദ്ദേശിച്ചത്? ഫസ്റ്റ് നമ്മൾ ബ്ലാക്ക് വെച്ചപ്പോ അതിന്റെ ഇപ്പുറത്ത് റെഡുമായിട്ട് ടച്ച് ചെയ്യുന്ന ആ ഭാഗവും വന്നു. ഇപ്പുറത്ത് ബ്ലൂ ആയിട്ടുള്ളത് ഫേസ് നോക്കിയാണ് നമ്മൾ വെച്ചത്. അപ്പൊ സെക്കൻഡ് ലെയർ വെക്കുമ്പോൾ നമ്മള് മുകളിൽ വെച്ചപ്പം നേരെ താഴത്തെ പോർഷനുമായിട്ടും ഇപ്പുറത്തുള്ള പോർഷനുമായിട്ട് ടച്ച് ചെയ്യുന്ന ആ കളർ മാത്രം നോക്കിയാൽ മതിയോ? ഇപ്പുറത്തുള്ളത് നോക്കണ്ടേ? ബ്ലൂ ആയിട്ട് ടച്ച് ചെയ്യണ്ടേ? അപ്പൊ ആവില്ലല്ലോ. മിസ്സേ, എനിക്ക് മനസ്സിലായത് ഞാൻ പറഞ്ഞോട്ടെ. എന്താ അവർ ചോദിക്കണേന്ന് അറിയോ? ഇനി വെക്കുന്നത് ഇപ്പൊ ചോദിച്ച ആള് ചോദിച്ചത് ഈ ബ്ലൂ ഉണ്ടല്ലോ, ബ്ലൂവിന്റെ കളറും ഫസ്റ്റ് ബ്ലാക്കിൽ വെക്കുന്ന ആ ഇതും ബ്ലൂ കളർ ഈ സൈഡിൽ വരണമെന്നാണ് ചോദിക്കുന്നത്. എനിക്ക് മനസ്സിലായത് ഇനി വെക്കുന്ന ഇതാണ് കളറ് സെയിം ആക്കി വെക്കേണ്ടത്.
അതായത് ബ്ലൂ വെക്കുമ്പോഴാണ് ആ ബ്ലൂവും സെയിം ആയിട്ട് വരേണ്ടത്. ആദ്യം വെച്ച ബ്ലാക്കിനോട് സെയിം ആവേണ്ടത്. ടീച്ചർ അടുത്ത സ്റ്റെപ്പും കൂടെ ചെയ്യുമ്പോൾ മനസ്സിലാവും എന്ന് തോന്നുന്നു. അടുത്ത സ്റ്റെപ്പും കൂടെ ടീച്ചർ പറയും. ഇത് നമുക്ക് വേറൊരു രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും. അതിപ്പോ നമ്മൾ ഒരു ലെയർ സെറ്റ് ചെയ്തു അല്ലെ, ഇതിനെ അങ്ങനെ എടുത്ത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ വെക്കാം. അങ്ങനെ വെച്ചു. ഇനി നമുക്ക് ഈ നമ്മുടെ ഈ ലിഡിന്റെ കളർ നോക്കി ബാക്കി നമുക്ക് 4 പീസ് ബാക്കിയുണ്ട്. ആ 4 പീസ് ലിഡിന്റെ കളർ നോക്കി നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ചെയ്തിട്ട് ഇതിന്റെ മുകളിൽ വെച്ചാൽ മതി. അത് കറക്റ്റ് ആവും. അല്ലാതെ അത് വെച്ച് രണ്ടും ഒരുമിച്ച് വെച്ച് അങ്ങനെയും ചെയ്യാം. കുട്ടികൾ ശരിക്കും പറഞ്ഞാൽ മാനിപ്പുലേറ്റ് ചെയ്യും. പക്ഷെ രീതി ഇതാണെന്നുള്ളത് നമ്മളൊരു ഗൈഡൻസ് ആദ്യം കൊടുക്കുമല്ലോ. അപ്പൊ ആദ്യം നമ്മൾ നമ്മളുടെ ഈ ലിഡിന്റെ കളർ നോക്കി നമ്മളുടെ അവൈലബിൾ ക്യൂബും ക്യൂബോയിഡ്സും നമ്മൾ വെച്ചിട്ട് ഒരു ലെയർ കംപ്ലീറ്റ് ചെയ്തു. ആ കംപ്ലീറ്റ് ചെയ്ത ലെയറിനെ നമ്മൾ ബോക്സിനകത്ത് വെച്ചു. ഇനി അടുത്ത ലെയർ, രണ്ടാമത്തെ ലെയർ നമ്മൾ വീണ്ടും ലിഡിന്റെ കളർ നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ നോക്കാം. അങ്ങനെ ചെയ്ത് നോക്കാം. അപ്പൊ പിന്നെ ആ ഒരു കൺഫ്യൂഷൻ വേണ്ട. ഇവിടെ ബ്ലാക്ക് അല്ലേ, ബ്ലാക്ക്, സോ അവിടെ ബ്ലാക്ക് വെക്കണം. അതുമായിട്ട് അത്രയും ആ ഒരു സൈസിൽ വരുന്ന അതേ സർഫസ് തന്നെ എടുക്കണം കേട്ടോ. ആ ഒരു സൈസിൽ വരുന്ന തന്നെ എടുത്തു, അവിടെ വെച്ചു. കറക്റ്റ് ആയില്ലേ? കറക്റ്റ് ഇരുന്നില്ലേ? ആ ഒരു സ്പേസിൽ തന്നെ കറക്റ്റ് ഇരിക്കും. ഇനി അപ്പൊ ബ്ലാക്ക് നമ്മൾ ഫസ്റ്റ് വൺ വെച്ചു. ഇനി ബി സൈഡിൽ എന്താ, റെഡ് അല്ലേ? ഈ സൈഡിൽ റെഡ് ആണ്. നമ്മൾ അടുത്തത് ഇവിടെയാണ് വെക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ സൈഡ് പറഞ്ഞത് കേട്ടോ. അപ്പൊ റെഡ്, ഇവിടെ താഴെ എന്താ കളർ? റെഡ്. താഴത്തെ റെഡ്. അപ്പൊ റെഡ് ടു റെഡ്, ഇവിടെയും റെഡ് വരണം, ഇവിടെയും റെഡ് വരണം. ഈ ഒരു പീസ് നോക്കിക്കേ, റെഡ് ടു റെഡ്. അത് വെക്കാൻ പറ്റുമോ നോക്കുക. പറ്റില്ല, കാരണം അളവ് നോക്കിക്കേ. അളവ് മാത്രമല്ല കളർ വന്നുമില്ല. അപ്പൊ ഈ പീസ് അല്ല വേണ്ടതെന്ന് മനസ്സിലായി. ഞാനൊരു കുട്ടി ചിന്തിക്കുന്ന പോലെ ചെയ്യുവാണ് കേട്ടോ. അപ്പൊ ഇതല്ലാന്ന് കൺട്രോൾ ഓഫ് എറർ എന്താന്ന് മനസ്സിലാക്കുക. അതേ വെച്ചപ്പോ ഇങ്ങനെ നമ്മൾ വിരല് വെച്ച് നോക്കണം. ലെവൽ ഒന്നല്ല, അതുമല്ല കളറും ഒന്നും കിട്ടിയിട്ടില്ല. സോ അത് മാറ്റി വെക്കണം. അടുത്തത് എടുക്കും. ഇത് നോക്കുമ്പോ എല്ലാം റെഡ് ആയിട്ടുള്ള ഒരു ക്യൂബ്. ഓക്കെ, റെഡ് ടു റെഡും വന്നു, താഴത്തെ റെഡും ആയി. കറക്റ്റ് ആയില്ലേ? സെക്കൻഡ് ലെയറിന്റെ ആദ്യത്തെ ലൈൻ കറക്റ്റ് ആയി. ഓക്കെ, ഇനി എന്താ, ഇവിടെ ബ്ലാക്ക്, ഇവിടെ റെഡ്, താഴെ ബ്ലൂ, ഇവിടെ ബ്ലാക്ക്. നമുക്ക് ഫസ്റ്റ് വൺ വെച്ച് നോക്കാം. താഴെ ബ്ലൂ വരണം, ഈ സൈഡില് ബ്ലാക്ക് വന്ന് ടച്ച് ആവണം. നമുക്ക് അങ്ങനെ ഈ ഒരു പീസേ ഉള്ളൂ. ബ്ലൂവും ബ്ലാക്കും കൂടെ വരുന്ന ഈ ഒരു പീസേ ഉള്ളൂ. താഴെ ബ്ലൂ വരണം, സൈഡില് ബ്ലാക്ക് വരണം. സോ ബ്ലൂ ബ്ലാക്ക്, അത് കറക്റ്റ്. ക്ലിയർ ആയോ? ഇനി അടുത്ത അവിടെ അപ്പൊ 2 കളറെ നമ്മൾ നോക്കിയാൽ മതിയായിരുന്നു അല്ലെ? താഴത്തെ ബ്ലൂവും ഇതിന്റെ ബ്ലാക്കും നോക്കിയാൽ മതിയായിരുന്നു, വെച്ചു. പക്ഷെ ഇതിന് എത്ര കളർ നോക്കണം? എത്ര സൈഡ് നോക്കണം? എത്ര ഫേസ് നോക്കണം? അതെ, ലിഡിനകത്തെ ഈ ക്യൂബോയിഡിന്റെ ഈ ക്യൂബിന്റെ ഇത് ബ്ലാക്ക്, ഇവിടെ ബ്ലാക്ക്, ഇത് റെഡ്. സോ ബ്ലാക്ക് റെഡ് ബ്ലാക്ക്. ബ്ലാക്ക് അങ്ങോട്ട് ടച്ച് ചെയ്തു, താഴെ ടച്ച് ചെയ്തു, റെഡ് ഇതിനോട് ചേർന്നു. ആ ലെയർ കറക്റ്റ് ആയി. നമ്മൾ വിരല് വെച്ച് നോക്കുമ്പോൾ ലെവലാണ്. വിരല് വെച്ച് ഇങ്ങനെ നോക്കണം, ലെവലാണോ എന്ന് കുട്ടികളെ കൊണ്ട് നോക്കി. അങ്ങനെ അതും കംപ്ലീറ്റ് ആയി. സെക്കൻഡ് ലെയർ കംപ്ലീറ്റ് ആയി. ഇപ്പൊ നോക്കുക, നമുക്ക് തന്നെ അത് എടുക്കാൻ നല്ല വിഷമമാണ്. അപ്പൊ കൊച്ചു കൈ കൊണ്ട് ഇതെല്ലാം കൂടി എടുത്ത് കറക്റ്റ് വെക്കണമെങ്കിൽ അത് ഇപ്പൊ 2 കൈ കൂടെ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അത് കഴിഞ്ഞു, ക്ലോസ് ചെയ്യാം. സെയിം തന്നെയാണ് ബൈനോമിയൽ ക്യൂബിലും. അതിനകത്ത് 3 ലെയർ ഉണ്ട്. ഇതിലിപ്പോ 2 ലെയർ ആണ്, മറ്റേതിന് 3 ലെയർ ഉണ്ട്. അത് ഡിഫറൻസ്. അതിന് 27 ഷെയ്ഡ്സും വരും. ക്ലിയർ ആയോ? ഇതിന്റെ അടപ്പ് വളരെ സുഖമാണ്. 2 സൈഡും ഓപ്പൺ ചെയ്യാനും സുഖമാണ്. എല്ലാം മുഴുവൻ പുറത്തെടുക്കുക, ഗ്യാപ്പില് ഇത് വെക്കുക. വെച്ചിട്ട് ഓരോന്നായിട്ട് ഈ കളർ അനുസരിച്ച് വെച്ച് ഫസ്റ്റ് ലെയർ വെക്കുക, രണ്ടാമത്തെ ലെയർ വീണ്ടും ഈ കളർ അനുസരിച്ച് വെക്കുക. മാം, ഈ അടപ്പ് നമ്മൾ ആ കളറ് നോക്കി തന്നെ അതവിടെ വെക്കണം എന്നുണ്ടോ? അത് ഏത് പൊസിഷൻ തിരിഞ്ഞിരുന്നാലും കുഴപ്പമില്ലല്ലോ?
ആ കളർ നോക്കിയാൽ മതി, പൊസിഷൻ ഒന്നും പ്രശ്നമില്ല. ഓക്കെ. പിന്നെ വെച്ച് കഴിയുമ്പോൾ നമ്മുടെ വിരല് വെച്ചിട്ട് ലെവൽ നോക്കണം. ക്യൂബും ക്യൂബോയിഡും അല്ലേ, നമ്മൾ വെക്കുന്നതിനനുസരിച്ച് ആ ഹൈറ്റ് കറക്റ്റ് ആണോ എന്നുള്ളത് വിരല് വെച്ചിങ്ങനെ നോക്കും. ഓക്കെ. ഇതിന്റെ വൈബ്രന്റ് കളേഴ്സ് ആണ്. കളർ കാണുമ്പോൾ തന്നെ അവർക്ക് നല്ല ഇഷ്ടാവും. തുറക്കാനും അടയ്ക്കാനും ഒക്കെ ചെറിയൊരു നമ്മുടെ വിജാഗിരി പോലത്തെ സാധനം പിടിക്കുന്നല്ലോ, എളുപ്പമാണ് അതുകൊണ്ട് തുറക്കാനും അടയ്ക്കാനും. ഓക്കെ, സോ അതായിരുന്നു ഇത്. നമുക്കൊരു 5 minutes ഉണ്ട്. സോ ഞാൻ വേറെ ഏതെങ്കിലും 5 minutes കൊണ്ട് കാണിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ. ഒരു കാര്യം ചെയ്യാം, മാത്തമാറ്റിക്കൽ ഇത് നമുക്ക് ഒരു ദിവസം കൊണ്ട് ചെയ്യാം. അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽസ്. ഇത് കണ്ടോ, ഒരു വുഡൻ കുറച്ച് ക്യാബിനറ്റ്സ് പോലുള്ള ഒരു വുഡൻ ബോക്സ് ആണ്. എത്ര ക്യാബിനറ്റ്സ് ഉണ്ട്? 10. 10 അല്ലേ? 10 ഉണ്ട്. നമുക്കിതിനകത്ത് നിങ്ങൾ എല്ലാരും ബീഡ്സ് ചെയ്തിരുന്നോ? ബീഡ്സ് കൊണ്ട് ബീഡ് സ്ട്രിങ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നോ ഇങ്ങനത്തെ? അത് ചെയ്യൂ കേട്ടോ, കാരണം ഗോൾഡൻ ബീഡ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മോണ്ടിസോറി മെറ്റീരിയൽ ആ ഗോൾഡൻ കളർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ബാക്കിയെല്ലാം നിങ്ങൾക്ക് പല ടൈപ്പ് വൈബ്രന്റ് കളേഴ്സ് ഉപയോഗിക്കാം. ബ്രൗൺ, ഡാർക്ക് ബ്ലൂ, സംതിങ് ലൈക്ക് ഇതുപോലത്തെ ഒരു ബ്ലൂ, നല്ലൊരു ഫൈൻ കളർ, ദെൻ യെല്ലോ, then white, green, ഈ കളേഴ്സ്, പിന്നെ പിങ്ക്. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന വൈബ്രന്റ് കളേഴ്സ് തന്നെ, അട്രാക്റ്റീവ് ആയിട്ടുള്ള കളേഴ്സ് ഉണ്ടാക്കുക. ഒരു കുട്ടി ബീഡ് ഫ്രെയിം ഉണ്ടാക്കി, നമ്മളുടെ പണ്ടത്തെ സ്ലേറ്റ് പോലെ ബീഡ് ഫ്രെയിം പോലെ ചെയ്തു. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് യൂസ് ചെയ്ത ബീഡ്സ് എല്ലാം വളരെ ലൈറ്റ് കളറ്. അപ്പം അവരൊന്നും അട്രാക്റ്റീവ് ആകില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കളർ സെൻസ് അവർക്ക് കിട്ടണമെങ്കിൽ വൈബ്രന്റ് കളേഴ്സ് തന്നെ വേണം. ഈ വയലറ്റ് കളർ ഇതൊക്കെ ബീഡ് വാങ്ങിക്കാം. ഇനി മോണ്ടിസോറി മെറ്റീരിയൽസിന്റെ ഈ ബീഡിന്റെ ഒരു പ്രത്യേകത ഞാൻ കണ്ടെന്താന്ന് വെച്ചാൽ അത് ഭയങ്കര ടൈറ്റ്ലി പാക്ഡ് ആണ്. നമുക്കൊരു ബീഡ് ഇങ്ങനെ കൗണ്ട് ചെയ്യാൻ, ഇങ്ങനെ മൂവ് ചെയ്യിക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ തന്നെ ചെയ്ത സമയത്ത് ഞാൻ കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു കമ്പി, ഈ കുട്ടികൾ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മള് ഈ ഫ്ലവർ മേക്കിംഗ് ഒക്കെ ചെയ്യുമ്പം സ്റ്റെം ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സൈസ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കമ്പി വാങ്ങില്ലേ, അങ്ങനെ ഓൺലൈൻ ഒക്കെ വാങ്ങിച്ചു എന്ന് പറഞ്ഞു. ഞാനപ്പൊ ചെയ്തത് ഈ കമ്പിയിൽ തന്നെ ബീഡ്സ് ഇങ്ങനെ കോർത്തിട്ട് രണ്ട് എൻഡും ഒന്ന് സെക്യൂർ ചെയ്തു. നമ്മൾ കൈ ഇതാവാത്ത കൊള്ളാത്ത രീതിയിൽ സെക്യൂർ ചെയ്തു. പക്ഷെ നല്ല ഗ്യാപ്പ് ഇട്ടു. ഗ്യാപ്പ് ഇട്ട് എന്തിനാ? ഒരു കുട്ടിയുടെ കയ്യിൽ കൊടുക്കുമ്പോ അതിന് ഒരു സൈഡിൽ പിടിച്ചിട്ട് ഇങ്ങനെ കൗണ്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. കൗണ്ട് ചെയ്യുമ്പോൾ ആ ഒരു ബീഡ് നീക്കുമ്പോൾ അവന്റെ കൗണ്ടിങ് ഈസി ആയിരിക്കും. അതേസമയം ഇങ്ങനെ ടൈറ്റ്ലി ആയിട്ടുള്ള ബീഡില് അവന് ഈ ബീഡ് നീക്കാൻ പറ്റുന്നില്ല, ടച്ച് ചെയ്തേ കൗണ്ട് ചെയ്യുള്ളൂ. നമുക്ക് തന്നെ അങ്ങനെ കൗണ്ട് ചെയ്യുമ്പോൾ എണ്ണം തെറ്റും അല്ലെ? നമുക്ക് തന്നെ ഇങ്ങനെ കൗണ്ട് ചെയ്യുമ്പോൾ എണ്ണം തെറ്റും. ഇത് ഇങ്ങനെ നീക്കാൻ പറ്റുന്നില്ല. സോ അതുകൊണ്ട് എളുപ്പത്തിന് വേണ്ടിയാണ് ഞാൻ ഇച്ചിരി സ്പേസ് ഇട്ടിട്ട് അത് ബീഡിനകത്ത് കൊരുത്ത് കുറച്ച് സ്പേസ് ഇട്ടിട്ടാണ് സെക്യൂർ ചെയ്തത്. അപ്പൊ ഇങ്ങനെ നീക്കി 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 കൗണ്ട് ചെയ്യാൻ എളുപ്പമാണ്. ഇതിനകത്ത് നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ പറഞ്ഞു 10 ഉണ്ട് ഇതിനകത്ത് ഒരു സ്പേസ്. അപ്പൊ ഒരിടത്തിൽ നമുക്ക് ഒന്നും ഇടണ്ട അല്ലെ? ഇതിനകത്ത് 1 തുടങ്ങിയിട്ട് 10 വരെയുള്ള ബീഡ്സ് ആണ് ഇതിൽ വരുന്നത് ഈ ബോക്സിനകത്ത്. അത് കുറെ സെറ്റ്സ് ഉണ്ട്. 10 തന്നെ 3, 4, 5, 6 ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഫസ്റ്റ് അറേഞ്ച് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാല്, ഈ ബോക്സ് എടുക്കുക. ബോക്സ് എടുത്തിട്ട് മുകളിലത്തെ ഭാഗമൊക്കെ ചെറുതാണല്ലോ അല്ലെ? അപ്പൊ ഫസ്റ്റ് 1 ഒഴിവാക്കിയിട. ഇതിനകത്ത് 1 വരുന്ന ബീഡ്സ് എല്ലാം ഇതിനകത്തിട. 2 വരുന്നതെല്ലാം ഇട. 3, 4 അല്ല 1 ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. 10 വരെ ഉള്ളണ്ടല്ലോ. അപ്പൊ 1 ഇതിനകത്ത് 2, 3, 4, 5, 6, 7, 8, 9, 10 അങ്ങനെ വരുന്ന ബീഡ്സ് എല്ലാം ഇടുക.
എന്നിട്ട് നമുക്ക് കുട്ടികളെ കൗണ്ടിങ് പഠിപ്പിക്കാൻ പറ്റും. പിന്നെ ക്രൊമാറ്റിക് സെൻസ് ഇംപ്രൂവ് ചെയ്യും. കളർ നല്ല വൈബ്രന്റ് കളേഴ്സ് അല്ലേ, ഒരു കൗണ്ടിങ് പഠിക്കും. അപ്പൊ നമ്മൾ ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ നമ്മുടെ കയ്യില് നമ്പേഴ്സ് എഴുതിയ കാർഡ് ഉണ്ടായിരിക്കണം, കുറച്ച് കട്ടിയുള്ളത്. 2 എന്നുള്ള കാർഡ് എടുത്തു കൊടുക്കണം. കുട്ടിയോട് ചോദിക്കുക ഇത് ഏത് നമ്പറാന്ന് ചോദിക്കുമ്പോൾ അവൻ പെട്ടെന്ന് 2 പറയും. അവനോട് അതിന്റെ അടുത്ത ഈ ബീഡ് എടുത്ത് കൊണ്ടുവയ്ക്കാൻ പറയണം. അപ്പൊ 2 വന്നിട്ടുള്ള ബീഡ് ഏതാണോ ആ ബീഡ് അവൻ എടുത്ത് വയ്ക്കും. 2 ഗ്രീൻ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ആ 2 എന്നുള്ള നമ്പറിന്റെ അടുത്ത് അത് വെക്കും. പിന്നെ വേറെ 7 പറയാം. അപ്പൊ 7 എന്നുള്ളത് കൊടുത്ത് വെക്കും. ഇനി നമുക്ക് കൗണ്ടിങ് എല്ലാം പഠിച്ച് നമ്പർ 2 ഡിജിറ്റ് നമ്പറൊക്കെ ആൾ ഐഡന്റിഫൈ ചെയ്തെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് നമ്മളുടെ കാർഡ് 27, അപ്പൊ 2ന്റെ താഴെ ആ ഒരു ബീഡ് വെക്കുക, 7ന്റെ താഴെ ആ ഒരു ബീഡ് വെക്കുക, അങ്ങനെ ചെയ്യിക്കാം. പിന്നെ ഇത് യൂസ് ചെയ്തിട്ട് തന്നെ കുട്ടിയെ കൊണ്ട് അഡീഷൻ ചെയ്യിപ്പിക്കാം. ഇപ്പൊ 2 + 3, അപ്പൊ 2ന്റെ ബീഡ് എടുക്കുന്നു, പിന്നെ 3യുടെ ബീഡ് എടുക്കുന്നു, ഈക്വൽ ടു പ്ലസ് ഈക്വൽ ടു എന്നുള്ള സിമ്പിൾസ് ഒക്കെ നമ്മൾ വലിയ കാർഡിൽ ഇങ്ങനെ എഴുതി അതിന്റെ ഇൻബിറ്റ്വീൻ വെക്കുമ്പോഴേക്കും ഈക്വൽ ടു 2 + 3 5 വരുന്ന സ്ട്രിങ് എടുക്കും. അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ചെയ്യിക്കാം. അത് മാത്രമല്ല മൾട്ടിപ്ലിക്കേഷനും ചെയ്യിക്കാൻ ഇത് വളരെ നല്ലതാണ്. പിന്നെ ഇതിനകത്ത് നമുക്ക് വേറൊരു കാര്യം ചെയ്തു വെക്കാം. ഈ കാണുന്ന ഈ പോർഷൻ ഇല്ലേ, ഇവിടെ നമുക്ക് നമ്പർ ഒരു പേപ്പറിലോ എന്തെങ്കിലും കാർഡ് പോലെ നമ്പർ കാർഡ് എഴുതാം. 1 2 3 ഒട്ടിച്ചു വെക്കാം. ഒട്ടിച്ചു വെച്ചിട്ട് ഈ കംപ്ലീറ്റ് ബീഡ് സ്ട്രിങ് നമ്മൾ പുറത്തേക്ക് എടുത്തിട്ട് ആ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന നമ്പർ നോക്കിയിട്ട് അറേഞ്ച് ചെയ്യാൻ അങ്ങനെയും കൊടുക്കാം. ഈ ബോക്സ് വെച്ചിട്ട് അങ്ങനെയും ആക്ടിവിറ്റി കൊടുക്കാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് ഈ ബീഡ്സ് വെച്ചിട്ട്, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ബീഡ്സ് അത്ര കോസ്റ്റ്ലി അല്ല. പ്ലീസ് ട്രൈ ടു മേക്ക്. ഓക്കെ, നമുക്ക് പറ്റുന്ന മോണ്ടിസോറി മെറ്റീരിയൽസ്, ലോ കോസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന മെറ്റീരിയൽസ് ഒക്കെ എല്ലാവരും ചെയ്യാം. ഞാൻ ഗോൾഡൻ കളറും അതുപോലെ തന്നെ നല്ലൊരു പിങ്കുമാണ് ഞാൻ വാങ്ങിച്ചത്. പല കളർ അവൈലബിൾ ആണ്, അതിലാണ് ചെയ്ത് വെച്ചത് കേട്ടോ. അതങ്ങനെ കുറെ സെറ്റ്സ് ഉണ്ടാക്കാം, ഒരെണ്ണായിട്ടല്ല കുറെ സെറ്റ്സ് ഉണ്ടാക്കാം. പിന്നെ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാനും ഒക്കെ ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഗോൾഡൻ കളറാണ് മോർ ഇമ്പോർട്ടന്റ്. ആ മോണ്ടിസോറി ഗോൾഡൻ ബീഡ് തന്നെ ഉണ്ട് ശരിക്കും. ഓക്കെ, പിന്നെ വൈബ്രന്റ് കളേഴ്സ് എല്ലാം യൂസ് ചെയ്യാം. നമുക്ക് ഇനി അഡീഷൻ സ്ട്രിപ്പ് ബോർഡ്, മൾട്ടിപ്ലിക്കേഷന്റെ ബോർഡ്, മൾട്ടിപ്ലിക്കേഷൻ ഇല്ല ഡിവിഷൻ ബോർഡ് ഉണ്ട്. മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് ഈ ബീഡ്സ് വെച്ചിട്ട് ചെയ്യാനായിട്ട് പറ്റും. മൾട്ടിപ്ലിക്കേഷന്റെ ബോർഡ് കിട്ടിയിട്ടില്ല. പിന്നെ സബ്ട്രാക്ഷൻ ബോർഡ്, ഇത് ആ ബോർഡിന്റെ ആക്ടിവിറ്റീസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യുകയും വേണം. പിന്നെ മൂവബിൾ ആൽഫബറ്റ്സ് ഇരിക്കുന്നുണ്ട്. മൂവബിൾ ആൽഫബറ്റ്സും നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ബാക്കി മറ്റേ ഇതെല്ലാം കഴിഞ്ഞു ഓൾമോസ്റ്റ്. നമുക്ക് ബോർഡിന്റെ ആക്ടിവിറ്റീസ് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം അശ്വതി മിസ്സിന്റെ കയ്യിലായിരിക്കണേ, മാം ചെയ്യിക്കും. അപ്പൊ നാളത്തെ ക്ലാസ്സിൽ ഞാനായിരിക്കും ജോയിൻ ചെയ്യുന്നത്. 7:30 തുടങ്ങി ജോബ് സാറിന്റെ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞുള്ളൂ. നിങ്ങൾ നല്ലപോലെ ആലോചിച്ച് ഷെഡ്യൂൾ ചെയ്യുക യുവർ വിസിറ്റ്. ആൻഡ് പിന്നെ അതുപോലെ തന്നെ എക്സാംസിന്റെ കാര്യം ഒക്കെ. പിന്നെ റിപ്പോർട്ടിന് മൺഡേ ആണ് എക്സാം കഴിയുന്നത്. പിന്നെ അവരുടെ സ്കോർ നോക്കണം, അവരുടെ റിവ്യൂ കേൾക്കണം, അവർക്കൊരു റിഫ്രഷിംഗ് സെഷൻ വെക്കണം, ഒരിക്കൽ കൂടെ പ്രാക്ടിക്കൽ സെഷൻ ഓൺലൈൻ വെക്കണം. സെയിം തന്നെ നിങ്ങൾക്കും ഉണ്ടാകും. പിന്നെ കംപ്ലീറ്റ് ചെയ്യാനുള്ള അസൈൻമെന്റ്സ്, ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ സർവേ ഇസ് വെരി ഇമ്പോർട്ടന്റ്. ആരും സർവേ ചെയ്യാതിരിക്കല്ലേ പ്ലീസ്. കാരണം നിങ്ങളുടെ പ്രാക്ടിക്കൽ സെഷനിൽ ഒരു ഇത് വരുന്നത് റിപ്പോർട്ട്സ് എന്നുള്ളത് വരുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് സർവേ ചെയ്യാതിരിക്കല്ല. എത്ര ബുദ്ധിമുട്ടില്ലെങ്കിൽ ഫോൺ ചെയ്ത് ചോദിച്ചാലും മതി. നമ്മുടെ ഫാമിലി മെമ്പേഴ്സിലുള്ളവരോട് ചോദിച്ചാലും മതി. ജസ്റ്റ് ഒരു 5 മെമ്പേഴ്സിന്റെ എങ്കിലും ഒന്ന് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ആയതുകൊണ്ടാണ് ഞാൻ അതൊരു അറ്റ്ലീസ്റ്റ് 5 മെമ്പേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സ് അനാലിസിസ് ഒക്കെ ശരിക്കും തൗസൻഡ്സ് ലാക്സ് ആ ഒരു രീതിയിലൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഇത് മതി 5 മെമ്പേഴ്സ്, 5ല് താഴേക്ക് പോലെ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഉടനെ സുജാതയ്ക്ക് കൊടുക്കാം. കാരണം നിങ്ങൾ എഴുതുമ്പോൾ കുറെ ഡൗട്ട്സ് വരുന്നത്, ഓരോ മെറ്റീരിയൽസിനെ കുറിച്ച് ഡൗട്ട് വരുവാണെങ്കിൽ അതൊന്ന് ക്ലാരിഫൈ ചെയ്ത് പോകാനാണ്. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഉള്ളത് നീറ്റും അഡീഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ, ദെൻ മൂവബിൾ ആൽഫബറ്റ്സ്, ഇത്രയുമാണ് ഇനി ഞാൻ കാണിക്കാനുള്ളത്. ബാക്കിയുള്ളത് അശ്വതിന്റെ കയ്യിലുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് ഇതിനകത്ത് ഡെമോൺസ്ട്രേഷൻ ആണ് കംപ്ലീറ്റ് ആ മോഡ്യൂളില് കുട്ടികളെ കൊണ്ട് ചെയ്യിക്കേണ്ടത്. അപ്പൊ അത് നമുക്ക് തിയറി എടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, മനസ്സിലായില്ലേ? പിന്നെ നമ്മളുടെ അടുത്ത് വർക്ക്ഷോപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ, ഈ ഫർണിച്ചർ അങ്ങനത്തെ ഒക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു മെഷർമെന്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ക്യൂബും ക്യൂബോയിഡ്സ് ഒക്കെ ചുമ്മാ അവരുടെ കട്ട് ചെയ്ത് പോകുന്ന പീസസ് ആയിരിക്കും. നമുക്ക് വേണ്ടി ഇതെടുക്കാവുന്നേ ഉള്ളൂ. അങ്ങനെയൊക്കെ എവിടെയെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കളക്ട് ചെയ്തൊക്കെ വെക്കും. അത് കളർ ചെയ്താൽ മതിയല്ലോ.
ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. സോ മാം ഒരു ഡൗട്ട്, ആ. വൈവയെ കുറിച്ചായിരുന്നു. അത് വൈവയ്ക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ പഠിച്ച ബേസ്ഡ് ആണോ അതോ പുറത്തുനിന്ന് ആണോ ചോദിക്കുക? പുറത്തുനിന്ന് പറഞ്ഞ ഒന്നും എല്ലാം റിലേറ്റഡ്. അതെ, അതുകൂടാതെ നമ്മളിപ്പോ ചെയ്ത അസൈൻമെന്റ്സ് അതിന്നൊക്കെ ചോദ്യം വരും. അല്ല, നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ചോദിച്ചതാ. എനിക്ക് മനസ്സിലായി സുജാത. ഞാനിപ്പോ സർവേ എന്തായാലും ഞാൻ ചോദിക്കും. സർവേ ചെയ്തപ്പോ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തത് എന്താണ്, നിങ്ങളുടെ അനാലിസിസ് എന്താണ്. അല്ലെങ്കിൽ സർവേ ഞാൻ സബ്മിറ്റ് ചെയ്യാനൊന്നും പറയുന്നില്ല. നിങ്ങൾ എന്ത് അനലൈസ് ചെയ്തു, യുവർ പേഴ്സണൽ ഒപ്പീനിയൻ, ഒക്കെ ചോദിക്കാലോ. അതൊക്കെ നമ്മൾക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ അസൈൻമെന്റ്, ഞാൻ തന്ന അസൈൻമെന്റ് പലതും ഉണ്ടാവും. ഒരു കുട്ടി ബെഗ് ചെയ്യുന്നത് കാണുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഒരു സിറ്റുവേഷൻ തന്നിട്ട് ആ സമയത്ത് നിങ്ങൾ എങ്ങനെയായിരിക്കും അവരെ പെരുമാറുന്നത്? കുട്ടി ബെഗ് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ടീച്ചിങ് പ്രാക്ടീസിന് പോയപ്പോൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തതെന്ന് പറയാൻ പറയും. ടീച്ചിങ് പ്രാക്ടീസിന് പോവാത്തവരോട് നിങ്ങൾ പോകുമ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ കാണുന്നു, കുട്ടി എഴുതുന്നില്ല, നിങ്ങൾ എന്ത് ചെയ്യും? അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസേ ഉള്ളൂ സുജാത. ജസ്റ്റ് ഒരു ആപ്ലിക്കേഷൻ ലെവലില്. എനിക്ക് എന്റെ ഉദ്ദേശം നിങ്ങളെ കഷ്ടപ്പെടുത്തുക എന്നുള്ളതല്ല. നിങ്ങൾക്ക് മോണ്ടിസോറി മെത്തേഡ് എത്രത്തോളം ഹെൽപ്ഫുൾ ആയി, നിങ്ങൾ അത് എങ്ങനെ അപ്ലൈ ചെയ്തു, നിങ്ങളുടെ ലൈഫിലും നിങ്ങൾ പുറത്തും എങ്ങനെ അപ്ലൈ ചെയ്തു, അതൊന്നും അറിയണം. അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. മിസ്, നമ്മൾ ഉണ്ടാക്കിയ ഐറ്റംസ് ഉണ്ടല്ലോ, ഇപ്പം നമ്മൾ ഓരോ സംഭവങ്ങളുണ്ട്, അതൊക്കെ വൈവയ്ക്ക് പ്രസന്റ് ചെയ്യണോ? എല്ലാം അടുത്ത് കീപ്പ് ചെയ്യണം. കാരണം നറേറ്റീവ് സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാസ്ക് ഉണ്ടാക്കിയിട്ടുണ്ടാവാം സ്റ്റോറി റിലേറ്റഡ്. അപ്പൊ മാസ്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ സ്റ്റോറി പറയാം. അല്ലെങ്കിൽ ഒരു ആക്ഷൻ സോങ്, നിങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ആക്ഷൻ സോങ്, വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ സോങ് ഒന്ന് കാണിക്കും. അത്രയ്ക്കും അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്. ഒരു ഇന്റർവ്യൂവിൽ പോകുമ്പോൾ വളരെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഞാൻ ചോദിച്ചത്, ഇപ്പൊ നമ്മള് ബട്ടണിങ് ചെയ്തു, ആക്ടിവിറ്റികൾ ഓരോ ഇതുകൾ ഉണ്ടാക്കിയില്ലേ നമ്മള്, ലേസിങ്, ഷൂ ലേസിങ്ങിന്റെ അങ്ങനത്തെ ഉണ്ടാക്കിയ ആ ഐറ്റംസ് ആണ് ഞാൻ ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ ഓരോ കുട്ടികളും ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്താന്ന് ഇപ്പൊ ഞങ്ങൾക്ക് അറിയില്ലല്ലോ. അപ്പൊ നമ്മൾ പറയും ചെയ്ത ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി ഒന്ന് പ്രസന്റ് ചെയ്യാൻ പറയും. ഇമാജിൻ ദാറ്റ് കിഡ്സ് ആർ സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് യു, ഹൗ യു വിൽ പ്രസന്റ് ദ ആക്ടിവിറ്റി. ആ രീതിയിൽ. അപ്പൊ ഞങ്ങൾ ഇരിക്കുന്നത് കുട്ടികളാണ്, അപ്പൊ ഞങ്ങളുടെ എങ്ങനെ ആ ആക്ടിവിറ്റി, അല്ലെങ്കിൽ ബട്ടണിങ് ഫ്രെയിം, ഹൗ ടു ഡു ദിസ്, അങ്ങനെയുള്ള രീതിയിൽ ആ രീതിയിൽ ചോദിക്കുള്ളൂ. ഒരു മാക്സിമം 20 മിനിറ്റ്സ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ലൈക്ക് ഇപ്പം നമ്മുടെ ഓപ്പോസിറ്റ് വരുന്ന ട്രെയിനിയുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് മേ ബി ആ ടൈം വേരി ചെയ്യാം. ഇപ്പൊ പറഞ്ഞ ആക്ടിവിറ്റി ഉണ്ടല്ലോ, എന്തോ കേട്ടില്ല മിസ്. ഇപ്പൊ പറഞ്ഞ ഗോൾഡൻ ബീഡിന്റെ ആക്ടിവിറ്റി ഉണ്ടല്ലോ, അതെങ്ങനെയാ? ജസ്റ്റ് ഒന്നും കൂടെ എന്താ ഞങ്ങൾ ചെയ്യേണ്ടത്? എത്ര എണ്ണം? അങ്ങനെയൊന്നുമില്ല. അതായത് നമ്പർ 1 തുടങ്ങി 10 വരെ നിങ്ങൾ ഉണ്ടാക്കണം. ബീഡിനകത്ത്, അല്ല മീൻസ് സ്ട്രിങ്ങിനകത്ത്, ബീഡ് സ്ട്രിങ് എന്നാണ് ഇതിനെ പറയുന്നത്. സ്ട്രിങ്ങിനകത്ത് ഈ ബീഡ് ഇങ്ങനെ കോർത്ത് വെക്കണം. ഇപ്പൊ ഇത് 6 ആണ്. 6 എന്നുള്ള നമ്പറിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റിയ ബീഡാണ്, ബീഡ് സ്ട്രിങ് ആണിത്. ആ രീതിയിൽ ഒരെണ്ണം ഒരു ഇതിനകത്ത് ഞാൻ പറയാത്തെണ്ണം ഉണ്ടെന്നുള്ളത്. റെഡും ഉണ്ട് കേട്ടോ കളറ്. സെവൻ ആണേ. ഓരോന്നും 10 വീതമാണ് മോണ്ടിസോറി മെറ്റീരിയൽ ആ ഒരു ബോക്സിനകത്ത് ചെയ്തിട്ടുള്ളത്. അറ്റ്ലീസ്റ്റ് 5 ഒക്കെ ഉണ്ടാക്കാൻ പറ്റുമോ? ഇതിപ്പോ 7 എന്നുള്ള നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്ന ബീഡ് സ്ട്രിങ് ആണ്. അതിപ്പോ 10 എണ്ണമുണ്ട്. അപ്പൊ നമുക്കിപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ക്ലാസ്സിൽ ഇപ്പം 10-20 കുട്ടികൾ ഉണ്ടെങ്കിൽ നമുക്ക് ഓരോ കുട്ടികൾക്ക് 10 കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുമായിരിക്കുമല്ലോ. ചെറിയ കൗണ്ടിങ് പഠിപ്പിക്കാനാണെങ്കിൽ 10 പേരെ നമുക്ക് കൗണ്ടിങ് അറ്റ് എ ടൈം പഠിപ്പിക്കാൻ പറ്റും. 10 എണ്ണം ഇതുപോലെ എല്ലാ നമ്പറും ഉണ്ടെങ്കിൽ. ശരിയല്ലേ? ഓക്കെ, ഇനിയുള്ള കൺസേൺസ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ക്ലിയർ ചെയ്താൽ മതിയോ? കാരണം എക്സാം ഡ്യൂട്ടി ഉണ്ട്. ആക്ച്വലി എക്സാം 8:30 തുടങ്ങി, പിള്ളേരൊക്കെ ഇറങ്ങിക്കഴിഞ്ഞു. 9:30 വരെ എക്സാം ഉണ്ട്. ജസ്റ്റ് ഒന്ന് കയറണം, അതുകൊണ്ടാണ്. 10 കളർ ഉപയോഗിക്കാം മാം. എന്തോ ബീഡ്സ് 10 കളർ ഉപയോഗിക്കാമോ? 10 കളർ ഉപയോഗിക്കാം. നല്ല വൈബ്രന്റ് കളേഴ്സ് ആവണമെന്നേ ഉള്ളൂ. ലൈറ്റ് കളേഴ്സ് പ്രിഫർ ചെയ്യരുത്. കാരണം കുട്ടികൾക്ക് വൈബ്രന്റ് കളേഴ്സ്, അട്രാക്റ്റീവ് കളേഴ്സ് ആണ് അവർ പ്രിഫർ ചെയ്യുള്ളൂ.
അതുകൊണ്ടാണ് കേട്ടോ. ഡൾ കളേഴ്സ് യൂസ് ചെയ്ത് അവർ ശ്രദ്ധിക്കില്ല. ഓക്കെ ബൈ. Okay. Thank you, ma'am. Thank you, ma'am. Good night, ma'am. Bye. ഗുഡ് നൈറ്റ്. ബൈ.